ഒരാൾ എൻ്റെ മൂത്ത മോളോട് ചോദിച്ചൊരു ചോദ്യമാണ്, നിൻ്റെ ഉമ്മ ഇപ്പം വേറൊരുത്തൻ്റെ കൂടെയല്ലേ കിടക്കുന്നതെന്ന്. എൻ്റെ 9 വയസ്സുള്ള മോളോട് ചോദിച്ചൊരു ചോദ്യമാണ്. ചെറിയ മക്കളല്ലേ, അവരെ മനസ്സിൽ അങ്ങനെ ഒരു ഇതുണ്ടാവില്ലല്ലോ. അവരെ ഉമ്മാനെ പറയുമ്പോൾ അവർക്ക് എന്തായാലും ഇഷ്ടാവില്ല. അതല്ലാതെ നമ്മൾ ആരെയും വേദനിപ്പിക്കാൻ വിചാരിച്ചിട്ടുമില്ല. അവൾക്ക് എന്തൊക്കെ പറയാനുണ്ടായിരുന്നു, അവൾ എന്തൊക്കെ ഹൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ അവർക്കറിയാം. ഞാനും റമീസ്കയും ഫൽക്കയും ജസീലയും ജീവിച്ചിരിക്കുന്ന സമയത്തെ കോണ്ടാക്റ്റ് ഉള്ളവരായിരുന്നു. നമ്മൾ മുമ്പേ റിലേഷൻഷിപ്പിലായിരുന്നു. ഉമ്മ അത് ചോദിച്ചിട്ടില്ല എന്നുള്ളത് ഭയങ്കര അത്ഭുതം. എല്ലാവർക്കും എന്തായാലും ഇപ്പം റമീസ് ഖാൻ ഫാമിലിക്കൊക്കെ റമീസ് ഖാക്ക് ഒരു കുട്ടി ഉണ്ടായിട്ട് കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവും. എന്നോട് വന്നിട്ട് നീ പറ എന്നുള്ള രീതിക്കുള്ള കമൻ്റ് ഇടുമ്പോൾ ഒരു നിമിഷത്തിൽ ഞാൻ മനുഷ്യനാണ്, ചിലപ്പോൾ എനിക്ക് പറയേണ്ടി വന്നേക്കാം. മക്കൾ ഇവിടെ തന്നെ വളരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവർ അത്രയും നാൾ എന്നോട് കാണിച്ചിരുന്നത് സ്നേഹമല്ല എന്ന് എനിക്ക് മനസ്സിലായി. എന്നോട് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, നിൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. റമീസ് ഖാൻ്റെ ഫാമിലിയിൽ റമീസ് ഖാൻ്റെ ഇക്കാക്ക, പിന്നെ അതുപോലെ തന്നെ ഉമ്മ ഉപ്പ, ഇവരൊക്കെയാണ് നമ്മളോട് ഏറ്റവും വെറുപ്പ് കാണിക്കേണ്ടത്, നമ്മൾ അടുപ്പിക്കാണ്ടിരിക്കുന്നത്. പിന്നെ ഇനി അതിനകത്ത് ചോദ്യം വന്നതെന്ന് വെച്ചാൽ ജസീലാൻ്റെ ഫാമിലിയായിട്ട് കോണ്ടാക്ട് ഉണ്ടോ, ആസി അവിടെ പോയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ കമന്റിലും കൂടെ ഉണ്ടായിരുന്നു, 2 മക്കളുള്ള ഒരു സ്ത്രീയെ കല്യാണം കഴിച്ച റമീസിന്റെ മനസ്സ് വലുതാന്ന് പറഞ്ഞിട്ട്. അമ്മാക്കും ഉപ്പാക്കും പ്രശ്നമില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവൻ എൻ്റെ സൗഹൃദങ്ങളിൽ പോലും അവർക്കൊരു ഡൗട്ട് വന്നു. ആൾക്കാരെ ഇങ്ങനെ വീണ് കിട്ടുന്ന ഒരു അവസരം എന്ന് പറയുന്ന പോലെ നമ്മളെ കൊത്തി തിന്നാൻ വേണ്ടി, ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാളാണല്ലോ നമ്മളിപ്പോൾ, ആരോടും പറയാണ്ടൊക്കെ ഇത് ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവർ കാണുമ്പം എങ്ങനെ ഇത് ഫേസ് ചെയ്യുന്നുള്ളൊരു ഇതുകൊണ്ട് നമ്മൾ ശരിക്കും നിക്കാഹ് ചെയ്തിട്ടില്ല എന്നാണ് മിക്ക ആൾക്കാരുടെയും വിചാരം. അതായിരുന്നു നമ്മളെ പ്ലാന്. പക്ഷെ അത് അടപടലും തേഞ്ഞു പോയി. നമ്മൾ ഈ ഹിന്ദു സിസ്റ്റം പോലെ തറവാടിനൊരു അമ്പലം എന്ന് പറയുന്ന പോലെ തറവാടിനൊരു പള്ളി എന്ന് പറഞ്ഞാണ് അവിടെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നത്. ഉമ്മാന്റെ കാര്യത്തിൽ എന്നെ ഞെട്ടിപ്പിച്ച വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. അതിനുശേഷമാണ് നിക്കാഹിന് വേണ്ടിയിട്ട് ഞാൻ നാട്ടിലോട്ട് വരുന്നത്. നമ്മളെ കള്ളത്തരം പെട്ടെന്ന് പൊക്കിയിട്ടുണ്ടായിരുന്നു. ഒന്നാമത് നമ്മൾ ഇത്രയും സ്നേഹിച്ച് ജീവിച്ച കപ്പിൾസ് ആയതുകൊണ്ട് ഇവർക്ക് എങ്ങനെ ഇനി അടുത്ത ബന്ധം എന്നുള്ളത് നമുക്ക് ആൾക്കാരെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളത്. അപ്പം നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തു, നമുക്ക് നിക്കാഹ് ചെയ്യാം. അവൾ ഇത്ര പെട്ടെന്ന് കല്യാണം കഴിച്ചത്, ഇപ്പം തന്നെ നിങ്ങൾക്ക് കമൻറ്റ് നോക്കിയാൽ അറിയാൻ വേണ്ടി പറ്റും. ഒരാൾ പറഞ്ഞിട്ടുണ്ട്, പെട്ടെന്ന് കല്യാണം കഴിച്ചിട്ട് ആ ഒരു കാര്യം പറഞ്ഞിട്ട് റീച്ച് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. നാട്ടുകാരെന്ത് പറയുന്നുള്ളൊരു തോന്നൽ അന്നത്തെ പൊട്ട ബുദ്ധിക്ക് ഉണ്ടായിരുന്നു. എന്നിട്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ എനിക്ക് ആ സമയത്തൊന്നും ഒട്ടും എൻ്റെ കരച്ചിൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആലിയൊക്കെ എന്തെങ്കിലും ഫോഴ്സ് ചെയ്യാൻ തുടങ്ങി. നല്ല വാപ്പിച്ചല്ലേ ഉമ്മച്ചിക്ക് എന്താ കല്യാണം കഴിച്ചുകൂടെ. ഞാൻ പുറത്തു വന്ന സമയത്ത് എൻ്റെ കൂടെ ആൾക്കാരില്ലെങ്കിൽ ഞാൻ ഭയങ്കര സൈലൻ്റ് ആയിരിക്കും, മുഖത്തൊരു ചിരി പോലും ഉണ്ടാവില്ല. 2-3 പ്രാവശ്യം നമ്മൾ പിരിഞ്ഞിട്ടുണ്ട്. വേണ്ട, ആവൂല, ഫൽക്ക പെൺകുട്ടികൾ വേറൊരു കണ്ണിലാവോ കാണുന്നത്, അങ്ങനെയൊക്കെയുള്ള പേടിയുണ്ട്. അവളെ ആയാലും അർജുനെ ആയാലും മെസ്സേജ് അയച്ചിട്ട് ഞാൻ പറയും, എന്നാലും എന്തിനാടാ ഫൽക്ക എന്നിട്ടിട്ട് പോയത്. ഇടയ്ക്ക് വിളിക്കും, എവിടെ എത്തി, എന്തെങ്കിലും കഴിച്ചോ, മക്കൾക്ക് എന്താ വാങ്ങിക്കൊടുത്തോ, ഇങ്ങനെ ചോദിച്ചിട്ട് നമ്മൾ ഫുൾ ടൈം സംസാരിച്ചുകൊണ്ടിരിക്കും. പിന്നെയും വീണ്ടും രാത്രികളിൽ ഉറക്കമില്ലാണ്ടായി ഒരുപാട് കരയുന്ന അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലോട്ടേക്ക് ഞാൻ വീണ്ടും മാറിയപ്പോഴാണ് മെഡിസിൻ എടുക്കാൻ വേണ്ടി പോയത്. നിങ്ങളെപ്പോലെ തന്നെ ജീവിച്ച ആൾക്കാരായിരുന്നു അവരെന്ന് പറഞ്ഞപ്പോൾ അതെന്നെ സ്ട്രൈക്ക് ചെയ്ത്. അത് വലിയ തെറ്റായിരിക്കാം, പക്ഷെ അതുകൊണ്ട് നമ്മൾ ക്രൂശിക്കപ്പെട്ടു, ഒരുപാട് ആൾക്കാരിൽ വെറുക്കപ്പെട്ടവരായി. ഹലോ, ടിപ്സ് ഓഫ് ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ റമീസ് മിണ്ടുന്നില്ല എന്നുള്ള പരാതികളുണ്ട്. ഇന്നത്തെ ഇത് നമ്മൾ രണ്ടുപേരുടെയും കൂടെ സ്റ്റോറി ചെയ്യേണ്ട റമീസ് സംസാരിക്കും. റമീസ് കാക്ക് സംസാരിക്കാത്ത ആളായോണ്ടൊന്നല്ല, നന്നായിട്ട് സംസാരിക്കും. പക്ഷെ വീഡിയോന്റെ മുമ്പിലാകുമ്പോൾ ഉള്ളൊരു പ്രശ്നമാണ് വേറെ. പക്ഷെ അത് മാറേണ്ട സമയമൊക്കെ ആയി. അവിടെ റമീസ് എന്തായാലും സംസാരിക്കും. അപ്പം കുറേ ആളുകൾ ഒരുപാട് നമ്മളെ വീഡിയോസിനകത്ത് മൊത്തം വരുന്ന ക്വസ്റ്റ്യൻ, നിങ്ങളെങ്ങനെ പരിചയപ്പെട്ടു, നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി, പിന്നെ എങ്ങനെയാണ് കല്യാണം. അതിൻ്റെ ഇടയിൽ നമുക്കറിയുന്ന കുറച്ച് ആൾക്കാരാണെന്ന് തോന്നുന്നു, നിങ്ങൾ ഏത് മഹലിൽ വെച്ചിട്ടാണ് നിക്കാഹ് ചെയ്തത്, പിന്നെ അതറിയാനുള്ള തൊരകൊണ്ടൊന്നുമല്ല, അല്ല ചുമ്മാ കുത്താൻ വേണ്ടിയിട്ടാണ്, നമുക്കറിയാതെ. കുറെയെല്ലാം നമ്മൾ ഇഗ്നോർ ചെയ്ത് വിടും, പിന്നെ കുറെയെല്ലാം നമ്മൾ നല്ല രീതിയിൽ മറുപടി കൊടുക്കും. ആരെയും വെറുക്കുന്ന രീതിയിൽ നമ്മൾ ആർക്കും ഒന്നും ഇതുവരെയായിട്ടും മറുപടി കൊടുത്തിട്ടില്ല. അപ്പം നമ്മളെങ്ങനെയാ പരിചയപ്പെട്ട് ആ സ്റ്റോറിയിലോട്ടേക്ക് കിടക്കാല്ലേ. നമ്മളിപ്പോൾ കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം നല്ല രീതിക്കുള്ള സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, അൽഹംദുലില്ലാ. പിന്നെ ഒരുപാട് പേര് അവരുടെ സ്നേഹം നമ്മളെ അറിയിച്ചിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാം വഴി ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്.
അതിൻ്റെ അകത്ത് സുമയ്യ എന്ന് പറഞ്ഞൊരു ഇത്ത കോഴിക്കോടുള്ളതാണ്. അപ്പോൾ ആള് ഭയങ്കര സ്നേഹത്തോടെ നമുക്ക് ഒരുപാട് മെസ്സേജ് അയച്ചിട്ടുണ്ട്, കാണണം എന്ന് സുമയ്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞവര് മാത്രല്ല, ഒരുപാട് ആൾക്കാരുണ്ടല്ലേ. ഒരുപാട് ആൾ മെസ്സേജ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഇവർ നമ്മളോട് ഇങ്ങനെ ഒരുപാട് ഭയങ്കര സ്നേഹത്തോടെ പറയുന്നത് നമുക്കും ഭയങ്കര ഒരു സന്തോഷമാണല്ലേ. നമ്മൾ ഒരുപാട് ആൾക്കാർ നമ്മളെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ ഫൽക്കാക്കും ജസീലാക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ വളരെ ചുരുക്കം ആൾക്കാർ നമ്മൾ സങ്കടം വിറ്റ് ഉം, എന്നാ സങ്കടം വിട്ട് ഫേമസ് ആവാൻ നോക്കുകയാണ്, എന്തൊക്കെയല്ലോ ക്യാഷ് പറയുന്നുണ്ട്. ഉണ്ടാക്കുകയാണ്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇനിയിപ്പം നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മൾ ആ ഒരു ഏറ്റവും നമ്മൾ കുറഞ്ഞത് നമ്മൾ അനുഭവിച്ച കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അല്ല നമ്മൾ നമ്മളിപ്പം അനുഭവിച്ച കാര്യങ്ങൾ മാത്രമല്ല, അത് കേട്ടിട്ട് നമ്മളെ പോലെ ഒരുപാട് ആൾക്കാർക്ക് മുന്നോട്ട് വരണമെന്നുണ്ട്. ഇതേപോലെ വിവാഹം കഴിക്കണം. ഒരുപാട് ഒരുപാട് നമ്മൾ കമന്റ് ഒറ്റപ്പെട്ടു സെക്ഷനിൽ പോയവര് തന്നെയുണ്ട്. ഒറ്റപ്പെട്ടു പോയ ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ പിന്നീട് വീണ്ടും വിവാഹം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ കമന്റ് സെക്ഷനിലും നമ്മളെ പേഴ്സണലായിട്ട് ഇൻസ്റ്റാഗ്രാം പേജിലും വന്നിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് ചെയ്യുന്നവരുണ്ട്. അപ്പം നമ്മളിപ്പം നമ്മളെ ഫീലിങ്സിനെ അല്ലെ സങ്കടത്തിനെ വിറ്റ് ക്യാഷ് ആക്കുന്നതെന്നാണ് പറയുന്നെങ്കിൽ, അപ്പോൾ നമ്മൾ അങ്ങനെ വിറ്റ് ക്യാഷ് ആക്കുകയാണെങ്കിൽ തന്നെ ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം, അല്ലെങ്കിൽ ഒരാഴ്ചയാണെങ്കിൽ ഒരാഴ്ച, നമ്മൾ അനുഭവിച്ച വേദനേൻ്റെ തീവ്രത അത്രയും വലുതായിരുന്നു. അതാണ് നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായത്. ആ ഷെയർ ചെയ്തത് മനുഷ്യരെ മനസ്സിലാക്കാൻ പറ്റുന്ന മനസ്സുകളുള്ള ആൾക്കാർ ഈ വീഡിയോ കാണുന്നതിൻ്റെ അകത്ത് അങ്ങനെ ഒരാൾ വേദനിക്കുന്നത് കാണുമ്പോൾ നമുക്കും വേദനിക്കുന്ന തരത്തിലുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാവുന്നു. അവർ നമ്മളെ കൂടെ കൂടുന്നു, നമ്മളെ സമാധാനിപ്പിക്കുന്നു, സ്നേഹം പങ്കുവെക്കുന്നു. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അതിൻ്റെ ഇടയിൽ കുറച്ച് നെഗറ്റീവ് ഇല്ലെങ്കിൽ കണ്ണ് കെട്ടൂല അല്ലേ. ഓ കണ്ണുകെട്ടിയതാണെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ ഇങ്ങനെ എനിക്ക് 2 ദിവസമായിട്ട് തീരെ വയ്യ. ഇന്നിപ്പം വീഡിയോ എടുക്കണം, എല്ലാവരും ഇങ്ങനെ നമ്മളെ സ്റ്റോറീനെ കുറിച്ച് ചോദിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഒന്ന് ഫ്രഷ് ആയിട്ട് എന്നാൽ വീഡിയോ എടുക്കാന്നുള്ള രീതിക്ക് ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി നിൽക്കുന്നത്. ആളത്രയും ഓക്കെ ആയിട്ടില്ല, ഒന്ന് ടാബൊക്കെ എടുത്തിട്ട് ഇരിക്കുന്നതാണ്. അപ്പം നമ്മൾ റബ്ബർ ബാൻഡ് പോലെ വലിച്ചു നീട്ടാതെ, ഷോളിലധികം തട്ട് കളിക്കാതെ, നമുക്ക് തുടങ്ങാല്ലേ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടാതെ നിങ്ങളെല്ലാം പറയുന്ന എല്ലാ എന്താ പറയുക അഭിപ്രായങ്ങളെയും മാനിച്ചുകൊണ്ട് നമ്മൾ പുതിയൊരു തുടങ്ങാണ്. വീഡിയോയിലോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കാണുന്നെങ്കിൽ, നമ്മൾ പുതിയ ഒരു ഫാമിലി വ്ളോഗേഴ്സിനോ അങ്ങനെ എന്തെങ്കിലും പറയാം, അങ്ങനെയുള്ളവരാണ്. അപ്പോൾ നമ്മുടെ ചാനലിലുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് വീഡിയോസൊക്കെ ചെയ്യുക. ലൈക്ക് ചെയ്യാം, മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാം. നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഇതുപോലുള്ള വല്ല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരിലേക്കും കൂടി ഇതൊന്ന് ഷെയർ ഷെയർ ചെയ്ത് ചെയ്ത് കൊടുക്കുക. കൊടുക്കുക. അപ്പം തുടങ്ങാല്ലേ. ഉം. തുടങ്ങാൻ മാത്രമൊന്നുമില്ല. അതെ, നമ്മളെ സ്റ്റോറി എന്ന് പറയാൻ മാത്രം വലിയ വലിയ സ്റ്റോറി ഒന്നും അല്ല കേട്ടോ. സ്റ്റോറികളൊന്നും പക്ഷെ ഇല്ല. നിങ്ങളിങ്ങനെ ചോദിക്കുമ്പം നമ്മൾ എന്തായാലും അത് ചെയ്തല്ലേ പറ്റുള്ളൂ. കാരണം നമ്മൾ കല്യാണം കഴിഞ്ഞിട്ടും അത്ര നാളെ ആയിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ പരിചയം അത്ര നാളെ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഒരേ സിറ്റുവേഷനിലൂടെ, ഒരേ ജീവിതാവസ്ഥയിലൂടെ കടന്നുപോയ ആൾക്കാരായതുകൊണ്ട് നമുക്ക് പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടി പറ്റി അല്ലേ. സത്യം. ഒരുപാട് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ദിവസങ്ങളുടെ ആവശ്യവും വന്നിട്ടില്ല. പെട്ടെന്നായിരുന്നു എല്ലാം. പിന്നെ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു ആഫ്റ്റർ മാരേജ്. അത് കുറച്ചൊക്കെ നമ്മുടെ കയ്യിലെ തെറ്റാണ്. കുറച്ചൊക്കെ പിന്നെ നമ്മൾ കുറച്ചൊന്നും പറയാൻ പറ്റില്ല. കുറെയൊക്കെ നമ്മുടെ ഭാഗത്തുള്ള തെറ്റുകളുണ്ട്. കുറേ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ തെറ്റേ ആ നമ്മളെ ഒരു ഭാഗത്ത് ആ വന്നിട്ടുള്ളൂ. ഒരു ആ ഒരു തെറ്റാണ് അത് വലിയ വലിയ തെറ്റായിട്ട്. തെറ്റായിരിക്കാം. പക്ഷെ അതുകൊണ്ട് നമ്മൾ ക്രൂശിക്കപ്പെട്ടു, ഒരുപാട് ആൾക്കാരിൽ വെറുക്കപ്പെട്ടവരായി. പക്ഷെ പിന്നെ അല്ല നമ്മൾ നല്ല ഉദ്ദേശത്തോടു കൂടിയിട്ട് ചെയ്ത കാര്യങ്ങളാണ് അല്ലേ. ഉം. അത് പക്ഷെ അത് മറ്റുള്ളവരുടെ കണ്ണ് കാണുമ്പോൾ അതൊരു മോശമായിട്ട് മോശമായിട്ട് തോന്നും. വരുന്നതാണ് അത്. നിങ്ങളിങ്ങനെ വലിച്ചു നീട്ടാതെ കാര്യങ്ങൾ പറയൂ. എന്നാ തുടങ്ങിക്കോ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ പരിചയപ്പെടുന്നത്, നമ്മൾ ഒരുപാട് ആൾക്കാരോട് കുഞ്ഞു കുഞ്ഞു കള്ളത്തരങ്ങൾ പറയേണ്ടി വന്നിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് മുമ്പോട്ടേക്ക് പോകണം. ചില കാര്യങ്ങൾ നല്ലതാവണമെങ്കിൽ ചെറിയ കള്ളത്തരങ്ങൾ നല്ലതാണെന്നല്ലേ ചെയ്യാന്നല്ലേ പറയുന്നത്. പക്ഷേ അങ്ങനെ ചെയ്യാന്നല്ല കേട്ടോ. ഒരാളെ ആരും ജീവന് അങ്ങനെ അങ്ങനെ അല്ല ആരും ഒരാളെ ജീവന് അപകടം ഉണ്ടാകുന്ന സമയങ്ങളിലൊക്കെയാണ് നമുക്ക് കള്ളത്തരം പറയാനുള്ള ഇതുള്ളൂ. പക്ഷേ നമ്മളെ ഒരു പൊട്ടത്തരം ഇതുകൊണ്ട് നമ്മളെ അടുത്ത് കുറച്ച് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായി. അപ്പം നമ്മൾ പരിചയപ്പെടുന്നത് നവംബറിലായിരുന്നു അല്ലേ. ഉം. നവംബറിലായിരുന്നു നമ്മൾ പരിചയപ്പെടുന്നത്. നമ്മളെ നിക്കാഹ് നടക്കുന്നത് നമ്മൾ പരിചയപ്പെട്ടിട്ട് ജസ്റ്റ് 27 ദിവസം കഴിഞ്ഞപ്പോഴാണ്. പരിചയപ്പെട്ടതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കസിൻ ത്രൂ ആണ് നമ്മൾ പരിചയപ്പെടുന്നത്. പക്ഷെ നമ്മൾ റമീസ് ഖാൻ്റെ ഉമ്മാൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫ്രണ്ട് വഴിയാണ് പരിചയപ്പെട്ടതെന്നാണ്. പക്ഷെ അത് അങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ എങ്ങനെ പറയാ,
പറഞ്ഞു. നീ തന്നെ പറഞ്ഞു. അല്ല, റമീസ്ക്കാണ് അങ്ങനെ പറഞ്ഞാൽ മതി എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം ഉമ്മാക്ക് റമീസ് ഖാനെ ഇട്ട് കൊടുക്കാം. അങ്ങനെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ്. അതിനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് പരിചയപ്പെട്ടു. സംസാരിച്ചു. നമുക്ക് ഒരുപാട് സമയം ഉണ്ടായിരുന്നല്ലോ സംസാരിക്കാൻ. ആ അവിടെ സംസാരിച്ചു. വെജിറ്റബിൾ ഡെലിവറി ആയിരുന്നല്ലോ. അപ്പോൾ ആള് ഡ്രൈവ് ചെയ്യുന്ന സമയത്തൊക്കെ ഒരുപാട് സംസാരിക്കാൻ ടൈം കിട്ടുമായിരുന്നു. അപ്പോൾ ഞാന് സ്വന്തമായിട്ട് ഇതാക്കുന്നതാണല്ലോ. അപ്പോൾ എനിക്ക് 2 സ്റ്റാഫ് ഉണ്ട്. അപ്പോൾ എനിക്കും സംസാരിക്കാൻ അല്ലെങ്കിൽ ചാറ്റ് ചെയ്യാൻ ടൈം ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് എനിക്ക് ഒരുപാട് കല്യാണാലോചനകൾ ഒരു 6 മാസം തൊട്ടേ വരുന്നുണ്ടേനു. ഫൽക്ക പോയതിന് ഒരു 6 മാസം തൊട്ടേ കല്യാണാലോചന വരുന്നുണ്ടേനു. അപ്പം ഞാന് ഇനിയൊരു ലൈഫ് വേണ്ട. ആ ഒരു ഓർമ്മകളിൽ മാത്രം ഞാൻ ജീവിച്ചോളും എന്ന് കടുത്ത തീരുമാനം എടുത്തിട്ട് നിൽക്കായിരുന്നു. അപ്പം ആലോചന വരുന്ന സമയത്തും ഇക്കാക്കയായാലും എൻ്റെ അടുത്തൊന്നും പറയൂല. പിന്നെ 1 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ ആങ്ങള ഇങ്ങനെ എന്നോട് ചോദിച്ചു, "ഇപ്പം ഫളില് പോയിട്ട് എത്രയായി?" ഞാൻ ഇങ്ങനെ പറഞ്ഞു, "1 വർഷമായിന്ന്" പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, "എന്താ നിൻ്റെ പരിപാടി?" എന്ന് ചോദിച്ച്. അപ്പം ഞാൻ പറഞ്ഞു, "എന്ത് പരിപാടി?" എനിക്ക് കാര്യം മനസ്സിലായി മൂപ്പരെന്താ പറയുന്നേന്നുള്ളത്. "അല്ല ഇങ്ങനെ പോയാൽ മതിയോ? എപ്പോഴും നീ ഒറ്റയ്ക്കായാൽ മതിയോ? മക്കളൊക്കെ ഇല്ലേ?" ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, "ഇപ്പം വേണ്ട. ഞാൻ കഴിക്കൂല എന്നൊന്നും പറയുന്നില്ല. സമയമാകുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞോളും" എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരുപാട് ആലോചനകൾ വരുന്നുണ്ടേനു. ഒരുപാട് വല്യ വല്യ ആലോചനകൾ വന്നു. നാട്ടിൽ തന്നെയുള്ള ആൾക്കാർ ആലോചിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ അതൊന്നും സമ്മതിക്കാതെ ഞാൻ നിൽക്കുന്ന സമയത്താണ് യാദൃശ്ചികമായി നമ്മൾ കസിൻസ് ഒരു ട്രിപ്പ് പോകുന്നു. ട്രിപ്പ് പോകുന്ന സമയത്ത് റമീസ് ഖാൻ്റെ നാട്ടിലൂടെയായിരുന്നു ട്രിപ്പ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവളുടെ ഹസ്ബൻഡിൻ്റെ വീടും അവിടെ തന്നെയായിരുന്നു. അപ്പം അവളിങ്ങനെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ പറഞ്ഞു, ഇവിടെ വെച്ചിട്ട് അവളുടെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫിന് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. എന്നിട്ട് ആൾ മരണപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇവരുടെ സ്റ്റോറിയൊക്കെ പറഞ്ഞു. അപ്പം നിങ്ങളെപ്പോലെ തന്നെ ജീവിച്ച ആൾക്കാരായിരുന്നു അവരെന്ന് പറഞ്ഞപ്പോൾ അതെന്നെ സ്ട്രൈക്ക് ചെയ്ത്. അപ്പം ആളിങ്ങനെ ഇൻസ്റ്റഗ്രാം ഐഡി എല്ലാം കാണിച്ചു തന്നിട്ടുണ്ടേനു. നമ്മളിതിപ്പോൾ സത്യം സത്യം പോലെ പറയുന്നത് എന്തിനറിയോ? ഒരു കളവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മോളിൽ നമ്മൾ ഈ ജീവിതകാലം മൊത്തം മുമ്പോട്ടേക്ക് കുടുങ്ങി പോകേണ്ടി വരും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് റിലേറ്റഡ് ആയിട്ട് ഞാനുമായിട്ട് അപ്പോൾ കോൺടാക്റ്റ് ഉണ്ടായിരുന്ന ആൾക്കാരുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഷെയർ ചെയ്യുമ്പോൾ ഞാൻ ഇതുപോലെ അല്ല കേട്ടോ ഷെയർ ചെയ്തത്. അതങ്ങനെ ആ സമയത്ത് ഷെയർ ചെയ്യാനുള്ളൊരു മടി കൊണ്ടും എങ്ങനെ ഞാനിങ്ങനെ പറയും എന്നുള്ളൊരു മടി കൊണ്ടുമായിരുന്നു. അപ്പം റമീസ് ഖാൻ്റെ പ്രൊഫൈലൊക്കെ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ പ്രൊഫൈലിൽ കയറി ജസ്റ്റ് ആളെ കുറിച്ചിട്ടൊക്കെ ഒന്ന് നോക്കി. അപ്പം എന്നെയും ഫൽക്കാനെയും പോലെ ജീവിച്ച വേറെ 2 ആൾക്കാർ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ഒരു ക്യൂരിയോസിറ്റീൻ്റെ മേലെയാണ് ഞാൻ ആ പ്രൊഫൈൽ വിസിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം 2, 3 ഫോട്ടോ ഒക്കെ കണ്ടപ്പോൾ ആദംകുട്ടീൻ്റെ കൂടെയുള്ള ഫോട്ടോ ഒക്കെ കണ്ടപ്പോൾ ഞാൻ ആ ഫോട്ടോനെ ലൈക്കൊക്കെ ചെയ്ത്. അപ്പോൾ അങ്ങനെയാണ് ഒരു ദിവസം റമീസ്ക്ക് ഇങ്ങോട്ടേക്ക് ഹൂ ആർ യു എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയക്കുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു ഇങ്ങനെ, ഞാൻ ആദ്യം പറഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു അല്ലേ? ഇല്ല, ആദ്യം ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ആദ്യം ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ റമീസ് ഖാൻ്റെ സ്റ്റോറി എനിക്ക് അറിയാന്നുള്ള രീതിക്ക് മാത്രമേ സംസാരിച്ചുള്ളൂ. അപ്പോൾ റമീസ് ഖാക്ക് ഒരു ക്യൂരിയോസിറ്റി ആയി. ഇതെങ്ങനെ? ഇതാരാണ് എൻ്റെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് എന്നോട് സംസാരിക്കാൻ വരുന്നതെന്ന് അതുവരെ പറഞ്ഞപ്പോൾ ഞാൻ നിന്റെ പ്രൊഫൈല് ഞാൻ ഓപ്പൺ ആക്കി നോക്കിയിട്ടില്ല. പക്ഷേ ഒന്നാ എനിക്കറിയാലോ, ഞാൻ അവിടുത്തെ പരിപാടിയുടെ ഇടയ്ക്ക് ഫോണ് നോക്കുന്നത് കുറവായിരിക്കും. ഫോൺ എൻ്റെ കയ്യിലുണ്ടാവുന്നല്ലാതെ ഫോണിൻ്റെ മേളിൽ കളിക്കുന്ന സംസാരിക്കുന്നല്ലാണ്ട് പിന്നെ എടുത്തു നോക്കുന്നത് ഡ്രൈവിംഗ് ആണ്. ഡ്രൈവിംഗ് ജോബ് ആയത് കാരണം നമുക്ക് അടുത്തടുത്ത് ക്യാമറ വരുന്നത് കാരണം നമുക്ക് ഫോണ് കൈ കൊണ്ട് തൊടാനുള്ള ഒരു ഇതില്ല, ഉണ്ടാവാറില്ല. അപ്പം റമീസ്ക്ക മെസ്സേജ് അയച്ച സമയത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടല്ലേ എനിക്കറിയാമെന്നെല്ലാം പറഞ്ഞ്. അപ്പം ഞാൻ എങ്ങനെ അറിയാമെന്നൊക്കെ ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞു ഞാനും സെയിം സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരാളാണ്. അപ്പോൾ ഇങ്ങനെ അപ്പോഴും ഞാൻ എൻ്റെ കസിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല അല്ലേ? ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെ നമ്മൾ സംസാരിച്ച് നമ്മളെ വിഷമങ്ങൾ മാത്രമാണ് കേട്ടോ നമ്മൾ സംസാരിച്ച്. ആ സമയത്ത് റിമിസ്ക്ക് ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുന്ന സമയമാണ്. അപ്പം ആ സമയത്താണ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ മെഡിസിനൊക്കെ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ. ആ മെഡിസിൻ എടുക്കാൻ വേണ്ടി ഞാൻ ഡോക്ടറെ കണ്ട സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ വന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ സിറ്റുവേഷൻ പറഞ്ഞു. ഇങ്ങനെ ഹസ്ബൻഡ് പോയതാണ്. അപ്പോൾ ഞാൻ ഓക്കെ ആയി വന്നതായിരുന്നു. പിന്നെ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഡൗൺ ആയി. എന്തുകൊണ്ടാണെന്നറിയില്ല. പിന്നെയും വീണ്ടും രാത്രികളിൽ ഉറക്കമില്ലാണ്ടായി. ഒരുപാട് കരയുന്ന അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലോട്ടേക്ക് ഞാൻ വീണ്ടും മാറിയപ്പോഴാണ് മെഡിസിൻ എടുക്കാൻ വേണ്ടി പോയത്. അപ്പോൾ എന്നെ കുറേ ചീത്ത പറഞ്ഞു. നീ എന്തിനാ ഇത്ര ലേറ്റ് ആക്കിയത്? നിൻ്റെ ഒരു ധൈര്യം കൊണ്ട് മാത്രമാണ് നീ ഇത്രയും പിടിച്ചിരുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഡോക്ടർ ചീത്ത പറഞ്ഞിട്ടുണ്ടായി. അപ്പം എന്നോട് ചോദിച്ചു വേറൊരു കല്യാണം നോക്കിയിട്ടില്ലെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു 1 വർഷം ആയിട്ടേ ഉള്ളൂ ആൾ പോയിട്ട് എന്ന് പറഞ്ഞപ്പം പറഞ്ഞ് നിനക്കൊരാളെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് ജീവിക്കാൻ പറ്റില്ല. ആളൊരു സൈക്യാട്രിസ്റ്റാണ്.
പിന്നെ അങ്ങനെ ഒരാൾ എന്തിനാ, ഒരു വർഷം തന്നെ ധാരാളമാണ്, എന്തിനാ ഒറ്റയ്ക്ക് മുമ്പോട്ടേക്ക് പോകുന്നത്, ഹാപ്പി ആയിട്ട് ജീവിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു 1 വർഷമല്ലേ ആയിട്ടുള്ളൂ, ഞാൻ പതിയെ തീരുമാനം എടുത്തോളാം എന്നെല്ലാം പറഞ്ഞ് അന്ന് മെഡിസിനൊക്കെ വാങ്ങി വന്നു. അതിന് ശേഷമാണ് ഞാൻ റമീസ് ഖാനെ പരിചയപ്പെടുന്നത്. അപ്പോൾ രണ്ടാളും സെയിം സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ ആ സമയത്ത് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ തമ്മിൽ ഷെയർ ചെയ്തു ഒരുപാട്. നമ്മളെ പാസ്റ്റ് നമ്മൾ ഒരുപാട് തമ്മിൽ ഷെയർ ചെയ്തു. അപ്പോൾ റമീസ്ക്ക് ഓരോന്ന് പറയുമ്പോൾ ഞാൻ പറയും അതുപോലെ തന്നെയാണ് ഞാനും. പിന്നെ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ റമീസ്ക്ക് പറയും അതുപോലെ തന്നെയായിരുന്നു നമ്മളും. അങ്ങനെ നമ്മൾ സംസാരിച്ച് നോക്കുമ്പോൾ നമ്മൾ രണ്ടുപേരും ഒരുപോലെ ജീവിച്ചു പോകുന്ന ആൾക്കാർ. ഇവരുടെ സമയം ചുരുങ്ങിയ സമയമായിരുന്നെങ്കിലും എല്ലാം ഒരുപോലെയായിരുന്നു. നമ്മൾ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ആയാലും ഞാനും ഫൽക്കയായിട്ട് നല്ല അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് പോയിട്ടുണ്ടായത്. നമ്മൾ തമ്മിൽ 10 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ടെങ്കിലും ആള് ഒരു ഫ്രണ്ടിനെ പോലെയായിരുന്നു എനിക്ക്. നമ്മൾ തമ്മിൽ എല്ലാ കാര്യങ്ങളും, ഫൽക്കാക്ക് ഇഷ്ടപ്പെടാത്ത ഞാൻ ചെയ്യില്ല, എനിക്കിഷ്ടമില്ലാത്ത ഫൽക്ക പറയൂല, അങ്ങനെയൊക്കെയായിരുന്നു. നിങ്ങളുടെ ഇടയിൽ അങ്ങനെയായിരുന്നില്ലേ? ഓ നിങ്ങൾ സംസാരിക്കാണ്ടിരുന്നാൽ എന്നോട് പറയും റമീസിന് എന്തെങ്കിലും സംസാരിക്കാൻ സമ്മതിക്കുന്നത്. പറ. ഞങ്ങളുടെ ഇതിപ്പോ നിന്റെ കഥയല്ല ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നത്, നമ്മുടെ കഥയെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാലും ആ. പക്ഷെ ഒരു അതുപോലെ തന്നെയാണ് എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നത്. എൻ്റെയും ജസീലയുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരുപാട് സമയം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. പിന്നെ അതിനിടയ്ക്ക് ഇവള് വന്നപ്പോഴാണ്, അവള് പോയതിന് ശേഷം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് കാലം ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവള് വന്നതിന് ശേഷം ഇവളോടും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു. അപ്പോഴാണ് എൻ്റെ മനസ്സിന് ചെറിയൊരു ആശ്വാസം തന്നെ കിട്ടി തുടങ്ങിയത്. നമ്മളെന്ന് വെച്ചാൽ ഫൽക്കയും ഞാനും ഇതുപോലെ തന്നെ ഒരുപാട് നേരം സംസാരിക്കും. എൻ്റെ കൂടെ വണ്ടിയിൽ ഞാനിങ്ങനെ എഴുതിയിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കൂടെ യാത്ര പോയിട്ടുള്ള ആൾക്കാർക്ക്, എൻ്റെ ഫാമിലിയിലുള്ളവരേക്കായാലും ഫ്രണ്ട്സിനായാലും എല്ലാം അറിയാൻ വേണ്ടി പറ്റും. നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ഫൽക്ക ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. ശല്യപ്പെടുത്തുന്നൊന്നുമല്ല കേട്ടോ. ഇടയ്ക്ക് വിളിക്കും, എവിടെ എത്തി, എന്തെങ്കിലും കഴിച്ചോ, മക്കൾക്ക് എന്താ വാങ്ങിക്കൊടുത്തോ, ഇങ്ങനെ ചോദിച്ചിട്ട് നമ്മൾ ഫുൾ ടൈം സംസാരിച്ചുകൊണ്ടിരിക്കും. എപ്പോഴാണെങ്കിലും നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പം ആ ഒരു സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണല്ലോ അവരിങ്ങനെ പെട്ടെന്ന് ഇല്ലാണ്ടായി. അപ്പോൾ എനിക്ക് ഷെയർ ചെയ്യാൻ ആരും ഇല്ലാത്തൊരവസ്ഥ. അപ്പം മൈസി എൻ്റെ ഫ്രണ്ടായിട്ടുണ്ട്, അവളോടെല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു നൈറ്റൊക്കെ ആകുമ്പോൾ അവർ ഹസ്ബൻഡ്, വൈഫ്, മക്കൾ, അങ്ങനെയുള്ള അവരെ ലോകത്തിലോട്ടേക്ക് ഞാൻ കടന്നു ചെന്നിട്ട് എന്നിട്ടും ഞാൻ ഒരുപാട് ശല്യപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അവളിപ്പോൾ ശല്യപ്പെടുത്തുന്നതെന്ന് പറയുമ്പോൾ സമ്മതിച്ചു തരൂല. പക്ഷേ ഞാൻ രാത്രിക്ക് ഉറക്കം വരാണ്ടിരിക്കുമ്പോൾ അവളെ മിസ്സടിക്കും. എന്നിട്ട് അവളെ ആയാലും അർജുനെ ആയാലും മെസ്സേജ് അയച്ചിട്ട് ഞാൻ പറയും, എന്നാലും എന്തിനാടാ ഫൽക്ക എന്നെ ഇട്ടിട്ട് പോയത്, ഫൽക്കാക്ക് എന്നാലും ഒരു വാക്ക് പറഞ്ഞുകൂടായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് ഞാൻ സംസാരിക്കുക. ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ട് ഓരോന്ന് കാര്യം. അപ്പോൾ അവർക്ക് എന്നോട് തിരിച്ചിട്ട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് രണ്ടുപേർക്കും എന്ന് പറഞ്ഞാൽ ശരിക്കും എന്ന് പറഞ്ഞാൽ ഈ മുങ്ങിച്ചാവുന്ന സമയത്ത് ഒരു കച്ചിത്തുരുമ്പ് കിട്ടൂലേ, കച്ചിത്തുമ്പോ അങ്ങനെ, അത് കിട്ടിയ അവസ്ഥയേനു. രണ്ടുപേരും ഒരുപാട് സംസാരിക്കുന്ന ആൾക്കാർ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് സംസാരിക്കാൻ കിട്ടിയപ്പോൾ നമ്മൾ നല്ലപോലെ സംസാരിക്കാൻ തുടങ്ങി. ആ, ഞാൻ പിന്നെ അതൊരു ഒരു പ്രണയമായിട്ട് മുമ്പോട്ടേക്ക് കൊണ്ടുപോകാനും താല്പര്യപ്പെട്ടിരുന്ന ആളല്ല. കാരണം വെച്ചാൽ എനിക്ക് മക്കളുണ്ട്, മക്കളുമായിട്ട് ഷെയർ ചെയ്യണം, അവർക്ക് ഓക്കെ ആണോ നോക്കണം. പിന്നെ ഉമ്മയും ഫാമിലി ഇക്കാക്കയെല്ലാം മുമ്പേ എന്നോട് ഇങ്ങനെ പറയുന്നുണ്ടേനു. പിന്നെ ഇക്കാക്കാൻ്റെ അടുത്ത് ആലോചന വരുമ്പോൾ ഓനിങ്ങനെ പറയും, നീ തിരക്കിട്ട് ഇതാക്കണ്ട, നീ ഒന്ന് സംസാരിച്ച് നോക്ക്, നിനക്ക് ഓക്കെ ആണെങ്കിൽ കല്യാണം കഴിക്കുന്നൊക്കെ പറയും. അപ്പോൾ ഇവർ കല്യാണാലോചന വരുന്ന സമയത്ത് ഞാൻ പറയലെന്ന് വെച്ചാൽ എനിക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ സംസാരിച്ച് നോക്കും. എനിക്കൊരു അറേഞ്ച്ഡ് മാരേജ് വേണ്ട. കാരണം വെച്ചാൽ എനിക്ക് പേടിയുണ്ടായിരുന്നു. ഞാൻ നല്ലൊരു ജീവിതം ജീവിച്ചിട്ട് പിന്നെ അങ്ങോട്ടേക്ക് ഇനി എങ്ങാനും ഒരുപാട് ആൾക്കാരുടെ ജീവിതം നമ്മൾ കണ്ടിട്ടൊക്കെ അറിയാലോ. പിന്നെ ഞാനൊരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് എന്നുള്ള രീതിക്ക് കുറച്ച് ആൾക്കാരോട് സംസാരിക്കുന്നതും കൂടി ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാരുടെ ലൈഫ് എനിക്കറിയാം. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു മെസ്സേജ് അല്ല കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. എത്ര വർഷത്തിന് ശേഷം കല്യാണം കഴിച്ചിട്ട് വീണ്ടും അബദ്ധത്തിലേക്ക് പോയി എന്ന് പറഞ്ഞിട്ട്. അല്ലേ? ഒരാള് ഇപ്പൊ ആ, കഴിഞ്ഞ ദിവസം അങ്ങനെ കഴിഞ്ഞ കമന്റ് ദിവസം ഇട്ടിട്ടുണ്ട്. അങ്ങനെ വീണ്ടും അപ്പം ആ ഒരു പേടി എനിക്കുണ്ടായിരുന്നു. പിന്നെ പെൺകുട്ടികളായതുകൊണ്ട് ഇനി ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് സ്വന്തം വാപ്പയാവോ, പെൺകുട്ടികൾ വേറൊരു കണ്ണിലാവോ കാണുന്നത്, അങ്ങനെയൊക്കെയുള്ള പേടി ഉണ്ടായിരുന്നു. നമ്മൾ പേടിക്കണം. നമ്മൾ എടുത്തിയാടി എടുക്കേണ്ട ഡിസിഷൻ അല്ലല്ലോ കല്യാണം എന്ന് പറയുന്നത്. നമ്മൾ എത്രയൊക്കെ തീരുമാനിച്ച് എത്രയൊക്കെ ആലോചിച്ചെടുത്താലും അത് അബദ്ധത്തിലോട്ടേക്ക് പോകും. എല്ലാവരും അറിഞ്ഞെടുത്താലും അബദ്ധത്തിലേക്ക് പോകും. അപ്പം എനിക്ക് എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഞാൻ സംസാരിക്കണം. പിന്നെ ഞാൻ ഈ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ Q&Aനകത്ത് പറയുന്ന പോലെ ഞാൻ ഒരുപാട് ഒബ്സർവ് ചെയ്യുന്ന ആളായതുകൊണ്ട് ആൾ കള്ളത്തരം പറഞ്ഞാലും എന്തെങ്കിലും എന്നോട് ഹൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് വേഗം മനസ്സിലാവും. എന്തുകൊണ്ടാണെന്നറിയില്ല, എനിക്ക് ആൾക്കാർ സംസാരിക്കുമ്പോൾ എനിക്ക് അങ്ങനെ മനസ്സിലാവും. അപ്പം ഞാൻ സംസാരിച്ചപ്പോൾ റമീസ്ക 100% ജെന്യുവനാണെന്ന് എനിക്ക് തോന്നി മക്കളുമായിട്ട്. പിന്നെ ഇതിനിടയിൽ തന്നെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ പെട്ടെന്ന് ഇടയ്ക്ക് എനിക്കൊരു കിളി പറഞ്ഞൊരു സ്വഭാവം ഉണ്ടായിരുന്നു.
അപ്പോൾ എനിക്ക് ഇങ്ങനെ നല്ല രീതിക്ക് ഓക്കെ ഇതിനി മുമ്പോട്ടേക്ക് കൊണ്ടുപോകാം, എല്ലാവരോടും ഇത് പറയാം, അങ്ങനെയുള്ള രീതിക്ക് എത്തുമ്പോൾ പെട്ടെന്ന് എനിക്കൊരു തോട്ട് വരും, അയ്യോ ഫൽക്കാക്ക് വിഷമാവുമോ, അങ്ങനെയുള്ളൊരു തോന്നൽ വരും. അപ്പോൾ ഞാൻ പറയും വേണ്ട. അങ്ങനെ നമ്മൾ 2-3 പ്രാവശ്യം പിരിഞ്ഞിട്ടില്ലേ ഈ ഒരു 27 ദിവസത്തിനുള്ളിൽ? ഓ 2-3 പ്രാവശ്യം നമ്മൾ പിരിഞ്ഞിട്ടുണ്ട്. വേണ്ട, ആവൂല എനിക്ക് ഫൽക്കാനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അപ്പോൾ സങ്കടം വരും. അപ്പം മഴ്സിയും സൗമ്യച്ചെല്ലാം എന്നെ ചീത്ത പറയും, അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിനക്ക് എപ്പോഴും ഇങ്ങനെ ഒറ്റയ്ക്ക് പോകാൻ പറ്റുമോ, മക്കൾ വലുതാകുമ്പോൾ അവർ ഇതിനകത്ത് പോകും, അപ്പം നീ ഒറ്റയ്ക്കാവും. പിന്നെ വെച്ചാൽ എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഡിപ്പെൻഡൻറ്റ് പേഴ്സണാണ്. ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ടേ എനിക്ക് മുമ്പോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. ഒരാളെന്നെ ബാക്കിൽ നിന്ന് പുഷ് ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ടാണ്. പിന്നെ എല്ലാ കാര്യങ്ങളും നല്ല ആക്റ്റീവായിട്ട് ചെയ്യും. ഇനി ആരും ഇല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടാണ്. ഈവൻ ഞാൻ പുറത്ത് പോകുന്ന സമയത്ത് എൻ്റെ കൂടെ ആൾക്കാരില്ലെങ്കിൽ ഞാൻ ഭയങ്കര സൈലൻ്റ് ആയിരിക്കും. മുഖത്തൊരു ചിരി പോലും ഉണ്ടാവില്ല. എന്നാൽ അതേ സ്ഥാനത്ത് എൻ്റെ കൂടെ ഒരാളുണ്ടായാൽ മതി, ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ട് ആയിരിക്കും. കടയിലുള്ളവരോടായാലും ബസ്സിലുള്ളവരോടായാലും നല്ലപോലെ ആക്റ്റീവായിട്ട് സംസാരിക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്ന അങ്ങനെ ഒരു ക്യാരക്ടറാണ് എൻ്റെ. അപ്പം മത്സ്യമെല്ലാം ഇങ്ങനെ പറയും, നിനക്ക് പറ്റൂല, നിനക്ക് ഒറ്റയ്ക്ക് മുമ്പോട്ടേക്ക് പോകാൻ പറ്റില്ല എന്നൊക്കെ എന്നോട് ഇങ്ങനെ പറയുമായിരുന്നു. പിന്നെ വെച്ചാൽ റമീസ് ഖാൻ അവരൊക്കെ പരിചയപ്പെട്ടു. അപ്പം റമീസ് ഖാൻ്റെ ക്യാരക്ടർ അവർക്ക് ഏകദേശം മനസ്സിലായി. അത് കഴിഞ്ഞു ഞാൻ ഇങ്ങനെ 2-3 പ്രാവശ്യം വേണ്ടാന്ന് പറഞ്ഞാലും ആലിനോടൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ വേണ്ടാന്ന് വെക്കുന്നത്. അപ്പോൾ ആലിയൊക്കെ എന്നെ ഇങ്ങനെ ഫോഴ്സ് ചെയ്യാൻ തുടങ്ങി, നല്ല വാപ്പച്ചിയല്ലേ ഉമ്മച്ചിക്ക് എന്താ കല്യാണം കഴിച്ചുകൂടെ, അങ്ങനെ പറഞ്ഞിട്ട് ആലി ഇങ്ങോട്ടേക്ക് എന്നെ ഫോഴ്സ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി ഓള് ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. അപ്പം അവർ ഹാപ്പി ആവാണല്ലോ എനിക്ക് വേണ്ടത്. ഇതിനിടയിൽ അവർ ടേസ്റ്റ് ഉണ്ട്, അദ്ദേഹം പറയാം. അതിനിടയിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കാര്യം വളരെ നമ്മൾ പരിചയപ്പെട്ടിട്ട് നിങ്ങൾ ഫസ്റ്റ് ചെയ്തത് എന്തായിരുന്നു? ഫസ്റ്റ് ചെയ്തത് നമുക്ക് ഓക്കെയാന്ന് പറഞ്ഞപ്പോൾ ഫസ്റ്റ് എന്നെ റമീസ് ഖാന്റെ ഉമ്മാനെ പരിചയപ്പെടുത്തി തരാണ് ചെയ്തത്. പരിചയപ്പെടുത്തി തരുന്നത് അത് അവർ പോലും അറിയാതെ, അവർ എൻ്റെ ഉമ്മയോ ഉപ്പയോ ആരും അറിയാതെ തന്നെ ഇവരെയും മാസിനെയും രണ്ടുപേരെയും ഞാൻ എൻ്റെ വീട്ടിലോട്ട് വിട്ടിട്ട് അവരൊന്ന് പോവാൻ പരിചയപ്പെടുത്തി. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആ സമയത്ത് ചെറിയ ട്രേഡിങ്ങിനെ പറ്റിയിട്ട് ട്രേഡിങ്ങിന് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കണം. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് റമീസ് ഖാന്റെ വീട്ടിൽ പോയി റമീസ് ഖാന്റെ കുറച്ച് ഡോക്യുമെന്റ്സ് ഒക്കെ അവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. ഡോക്യുമെന്റ്സ് കാര്യങ്ങൾ, എൻ്റെ സിമ്മും കാര്യങ്ങളൊക്കെ അവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കളക്ട് ചെയ്യാന്നുള്ള രീതിക്കാണ് നമ്മൾ അവിടെ പോകുന്നത്. അവരോട് സംസാരിച്ചപ്പോൾ തന്നെ അന്നത്തെ ദിവസം തന്നെ, അന്ന് ഉപ്പാൻ്റെ അടുത്ത് എനിക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റിയില്ല കേട്ടോ, ഉപ്പ തിരക്കിലായിരുന്നു. ഉമ്മാൻ്റെ അടുത്ത് സംസാരിച്ചു. അപ്പോൾ ഉമ്മ ഇങ്ങനെ റമീസ് ഖാൻ്റെ കഥയൊക്കെ പറഞ്ഞു, നമ്മളോട് എൻ്റെ ചെറിയ മോനാണ്, എൻ്റെ മോനിക്ക് ഇങ്ങനെ ഇതായി, അങ്ങനെയൊക്കെ സങ്കടമൊക്കെ പറഞ്ഞ് ജസീലാനെ കുറിച്ച് പറയുമ്പോൾ ഉമ്മാൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുന്നു. മഹസിനോട് അത് സംസാരിച്ചേ. അപ്പോൾ ഉമ്മ ഫൽക്കാൻ്റെ കാര്യം ചോദിച്ച സമയത്ത് പെട്ടെന്ന് എനിക്ക് ആ സമയത്തൊന്നും ഒട്ടും എൻ്റെ കരച്ചിൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ പുറത്തോട്ടേക്ക് പോയി. അപ്പം ഉമ്മ ഇങ്ങനെ മഹസിയായിട്ട് സംസാരിച്ച് അങ്ങനെ നമുക്ക് നല്ലപോലെ ഓക്കെ ചെയ്യാൻ തോന്നി. പക്ഷെ നമ്മളൊരു പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഇയർ കഴിഞ്ഞിട്ട് എല്ലാവരോടും പറയാം. നമ്മൾ നിക്കാഹ് കഴിഞ്ഞിട്ട്, അതായത് നിക്കാഹ് കഴിഞ്ഞിട്ട് 1 ഇയർ കഴിഞ്ഞിട്ട് എല്ലാരോടും അറിയിക്കാം. അല്ല അങ്ങനെയല്ല, നമ്മൾ 1 ഇയർ കഴിഞ്ഞിട്ട് എല്ലാരോടും പറയാം. പിന്നെ എന്നിട്ട് നമുക്ക് ഇതാക്കാന്ന് പറഞ്ഞു. ഒരു കല്യാണം എന്നുള്ള രീതിക്ക് നമ്മളൊന്ന് ഫിനാൻഷ്യലി കുറച്ചും കൂടി ഒന്ന് സ്റ്റേബിൾ ആവട്ടെ, എന്നിട്ട് മുമ്പോട്ടേക്ക് പോവാന്ന് പറഞ്ഞു. പക്ഷേ ആ പറഞ്ഞ സമയത്ത് ഞാനാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ഇത് കഴിഞ്ഞ സമയത്ത് ഭയങ്കര ഖുർആൻ നിസ്കാരം എന്നെല്ലാം പറഞ്ഞിട്ട് ഭയങ്കര അഡിക്റ്റായിട്ട് പഠിച്ചവരെ നല്ല പേടി അന്നുകൊണ്ട് ഇന്നുണ്ട് കേട്ടോ, ഇന്നില്ല എന്നല്ല പറയുന്നത്. പക്ഷെ അന്ന് ഞാൻ കുറച്ചും കൂടി ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഭയങ്കര പേടി, നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഹറാമല്ലേ, ഇങ്ങനെ മുമ്പോട്ടേക്ക് സംസാരിച്ച് കഴിഞ്ഞാൽ തന്നെ പടച്ചോൻ ഇനി നല്ല രീതിക്ക് നമ്മളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്ന് വെച്ചാൽ തന്നെ പടച്ചോൻ അത് ഇതാക്കൂലല്ലോ എന്നെല്ലാം പറഞ്ഞിട്ട് റമീസ്ക്കാട് ഞാൻ ഇങ്ങനെ പറയാൻ തുടങ്ങി. അപ്പം റമീസ്ക്ക് പറഞ്ഞ് പിന്നെ എന്താ വേണ്ടതെന്ന് ചോദിച്ചു. എന്തായാലും നമുക്ക് 1 വർഷം കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഒന്നാമത് നാട്ടുകാരെന്ത് പറയും എന്നുള്ളൊരു തോന്നൽ അന്നത്തെ പൊട്ട ബുദ്ധിക്ക് ഉണ്ടായിരുന്നു. എന്നിട്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ. പക്ഷെ ഇപ്പോൾ കുറേ കേട്ടോണ്ടാന്ന് തോന്നുന്നു, ഇനിയിപ്പോൾ നാട്ടുകാരെന്ത് പറഞ്ഞാലും പ്രശ്നമില്ല എന്നുള്ള ലെവലിലോട്ടേക്ക് നമ്മൾ മാനസികമായിട്ട് ഒന്ന് നമ്മളിപ്പം മെസ്സേജ് ചെയ്യുന്നവരൊക്കെ അല്ലെങ്കിൽ കമന്റ് ചെയ്യുന്നവരൊക്കെ പറയുന്നുണ്ട്, ഇത് കഴിഞ്ഞ ഉടനെ വിവാഹം ചെയ്യുന്നവരുണ്ട്. അതിൽ ആണുങ്ങൾ തന്നെ ഒരുപാട് ആൾക്കാർ പെട്ടെന്ന് 2 മാസം അല്ലെങ്കിൽ 3 മാസം കഴിഞ്ഞവിടെ കല്യാണം കഴിച്ചവരൊക്കെ ഉണ്ടെന്നൊക്കെ നമ്മൾ ഈ ഒരു കമന്റ്സിലൂടെ കൂടി. ഇത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞു എന്നുള്ളൊരു കമന്റ് കണ്ടപ്പോൾ ശരിക്കും എനിക്ക് അത്ഭുതം തോന്നിയോ, അങ്ങനെയൊക്കെ കല്യാണം കഴിക്കുന്നത്. പക്ഷെ എൻ്റെ ചിന്താഗതിയിൽ അങ്ങനെ 1 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്കത് എന്താ പറയുക, ആൾക്കാരെന്ത് പറയും, ഇപ്പം എനിക്ക് ഇതന്നെ ഞാൻ പേടിച്ച കാര്യങ്ങൾ അതൊക്കെ ഞാൻ കേട്ടു കേട്ടോ. അതിന് ശേഷം ആഫ്റ്റർ നിക്കാഹ് നമ്മൾ ഈ കാര്യങ്ങൾ പുറത്ത് പറഞ്ഞപ്പോൾ ഞാൻ അതൊക്കെ കേട്ടു.
അവൾ ഇത്ര പെട്ടെന്ന് കല്യാണം കഴിച്ചത്. ഇപ്പം തന്നെ നിങ്ങൾക്ക് കമൻറ്റ് നോക്കിയാൽ അറിയാൻ വേണ്ടി പറ്റും. ഒരാൾ പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് കല്യാണം കഴിച്ചിട്ട് ആ ഒരു കാര്യം പറഞ്ഞിട്ട് റീച്ച് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ആ ഒരു വർഷം എന്ന് പറഞ്ഞാൽ നല്ലപോലെ സ്നേഹിച്ച രണ്ടാൾക്കാർക്ക് ആ ഒരു വർഷം എന്ന് പറഞ്ഞാൽ ഒരു 100 വർഷം കടന്നു പോകുന്നൊരു അവസ്ഥയാണ്. പിന്നെ ചോദിച്ചത് നല്ലപോലെ സ്നേഹിച്ച ആൾക്കാർക്ക് എങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റി എന്നുള്ളതാണ്. നല്ലപോലെ സ്നേഹിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഡിപ്പെൻഡ് ചെയ്തിട്ടൊക്കെ നിൽക്കുന്നതുകൊണ്ടാണ്. അവർ ഇല്ലാണ്ടാകുന്ന സമയത്ത് ഒറ്റയ്ക്ക് നിങ്ങൾ ജീവിച്ചു നോക്കിയാലേ അത് മനസ്സിലാവുള്ളൂ. തുറന്നു കൊടുക്ക്. അതിൻ്റെ ഇടയിൽ ഹസ്ബ് വന്നിട്ട് ഒന്ന് കച്ചറ ഉണ്ടാക്കി. അവൾക്ക് വീഡിയോയിൽ ഇരിക്കണം എന്ന്. പക്ഷെ നമ്മൾ ഈ സ്റ്റോറി പറയുന്നത് വേണ്ടാന്ന് ഇരുത്താണ്ടിരുന്നത്. കാരണം അവൾ സംസാരിക്കാൻ സമ്മതിക്കൂല. അപ്പം എന്തായിരുന്നു പറഞ്ഞേ, അങ്ങനെ നമ്മൾ പരിചയപ്പെട്ട് നമ്മൾ നിക്കാഹിൻ്റെ കാര്യം പറഞ്ഞല്ലോ. എനിക്ക് അങ്ങനെ സംസാരിക്കാൻ നിക്കാഹ് ചെയ്യാണ്ട് നമ്മൾ സംസാരിക്കാൻ രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സംസാരം 2-3 ദിവസം കഴിയുമ്പോൾ അത് സ്നേഹപ്രകടനമാവും. പിന്നെ അത് പല രീതിയിലോട്ടേക്ക് ഒരു ഭാര്യയും ഭർത്താവും സംസാരിക്കുന്ന രീതിയിലോട്ടേക്ക് എങ്ങാനും സംസാരം പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഒരു ഹറാമായ ബന്ധമായിട്ട് മുമ്പോട്ടേക്ക് കൊണ്ടുപോകണം. അപ്പം നമ്മളങ്ങനെ ഒരു തീരുമാനം എടുത്തു, നമുക്ക് നിക്കാഹ് ചെയ്യാം. നിക്കാഹ് ചെയ്യാം, ഇപ്പം ആരും അറിയണ്ട, നമ്മൾ മാത്രം അറിഞ്ഞിട്ട് ഒരു നിക്കാഹ് നടത്തുക. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നോക്കിയായി ഇനി എല്ലാവരോടും പറയാമെന്നുള്ളൊരു സിറ്റുവേഷൻ വരുമ്പം നമുക്ക് എല്ലാവരുടെ അടുത്തും പറയാം. അങ്ങനെ ഒരു തീരുമാനം എടുത്തു. ആ തീരുമാനം എടുത്ത സമയത്ത് ഞാൻ പൊതുവേ ചെറുത് തൊട്ടിട്ട് എൻ്റെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഉമ്മയായിട്ട് ഷെയർ ചെയ്യും. അപ്പം ഞാൻ ഉമ്മാനോട് ഇങ്ങനെ പറഞ്ഞു. ഉമ്മ റമീസ്ക്കായിട്ട് സംസാരിച്ചു. പിന്നെ നമുക്ക് റമീസ് ഖാനെ കുറിച്ച് അപ്പോഴത്തേക്ക് ഏകദേശം ഒരു ധാരണ കിട്ടി. ആളെങ്ങനെയാണ്, ക്യാരക്ടർ എങ്ങനെയാണെന്നൊക്കെ മനസ്സിലായി. അപ്പോൾ നിക്കാഹിലോട്ടേക്ക് പോകാൻ എനിക്ക് ഒട്ടും തന്നെ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ മറ്റുള്ളവരോട് എങ്ങനെ പറയും, പിന്നെ അവരെങ്ങനെ എടുക്കും, അവരുടെ റെസ്പോൺസ് എന്തായിരിക്കും, ഇതൊക്കെ നമ്മളെ വല്ലാണ്ട് അലട്ടിയിട്ടുണ്ടായിരുന്നു. എങ്ങനെ ആൾക്കാരെ ഫേസ് ചെയ്യുന്നുള്ളത്. അപ്പം അതുകൊണ്ടാണ് ആരും അറിയാണ്ടുള്ളൊരു നിക്കാഹ് എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത്. എന്റെയും കാര്യത്തിൽ പറഞ്ഞേ മറ്റുള്ളവരുടെ മുന്നിൽ എങ്ങനെ പ്രസന്റ് ചെയ്യുന്ന അറിയാത്തതുകൊണ്ട് ഒന്നാമത് നമ്മൾ ഇത്രയും സ്നേഹിച്ച് ജീവിച്ച കപ്പിൾസ് ആയതുകൊണ്ട് ഇവർക്ക് എങ്ങനെ ഇനി അടുത്ത ബന്ധം എന്നുള്ളത് നമുക്ക് ആൾക്കാരെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. അപ്പം നമ്മൾ സ്നേഹിച്ചിട്ടില്ല എന്നുള്ളത് ആ ലെവലിലോട്ടേക്ക് മാറുന്നു. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ആൾക്കാരോട് കുഞ്ഞു കുഞ്ഞു കള്ളങ്ങളൊക്കെ പറയേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ആ ഖത്തറിലിരിക്കുന്ന സമയമല്ലേ, അപ്പൊ നാട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ആൾക്കാരോട് കുഞ്ഞു കുഞ്ഞു കള്ളങ്ങളൊക്കെ പറയേണ്ടി വന്നു. എല്ലാം നല്ല ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്. അതിലൊരു കോമഡി പറയട്ടെ, ആള് കള്ളത്തരം പറഞ്ഞിട്ട് വലിയ ശീലമില്ലാത്തോണ്ട് പല ആൾക്കാരോട് പല രീതിയിലാണ് പറഞ്ഞത്. എല്ലാരോടും ഒരുപോലെ പറയുകയാണെന്നുണ്ടെങ്കിലും ഓക്കെ, എല്ലാരും വിശ്വസിച്ചേനെ. പക്ഷെ ഞാൻ ഓരോരോ ആൾക്കാർ ചോദിക്കുമ്പോൾ ഓരോന്നായിട്ട് പറഞ്ഞുകൊണ്ട് എന്തൊക്കെയല്ലോ ആയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക്. പക്ഷെ ആ പൊട്ടത്തരം നമുക്ക് ഈ കളവ് കൂടുതൽ ഒളിപ്പിച്ചു വെക്കാൻ അറിയാത്തോണ്ടായിരിക്കാം മേ ബി നമ്മളെ കള്ളത്തരം പെട്ടെന്ന് പൊക്കിയിട്ടുണ്ടായിരുന്നു. ഞാനത് പിന്നെ എൻ്റെ ഇക്കാക്കാനോട് പറയണം. കാരണം എനിക്ക് ഉപ്പയില്ല, ഉപ്പ മരിച്ചതാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം എൻ്റെ നിക്കാഹ് ചെയ്തേണ്ടത് ഇക്കാക്കയാണ്. അപ്പം ഞാൻ ഇക്കാക്ക അതിന് മുമ്പേ കല്യാണാലോചന കാര്യം പറഞ്ഞു. അപ്പം ഞാൻ ഇക്കാക്കോട് പറഞ്ഞു, ഇങ്ങനെ ഒരാളുണ്ട്, എനിക്ക് ഓക്കെയാണ് കല്യാണം കഴിക്കാൻ, മക്കൾക്ക് ഓക്കെയാണ്. പിന്നെ ആളോട് ഞാൻ സംസാരിച്ചു, എനിക്ക് എന്തുകൊണ്ടും നല്ലൊരു ഇതാണ്. ഉമ്മാനെയും ഉപ്പാനെയൊക്കെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. ആള് അങ്ങനെ ഒരു ജെന്യുവൻ അല്ലാത്ത ഒരാളാണെങ്കിൽ ഒരിക്കലും ഫാമിലീനെയൊന്നും എനിക്ക് പരിചയപ്പെടുത്തി തരൂല. അപ്പോൾ എനിക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ വീട്ടുകാരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഉമ്മാനോട് ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനൊരു കുട്ടിയെ ഇഷ്ടമാണ്. അന്ന് നിങ്ങൾ വീട്ടിൽ പോയില്ല. അതിനുശേഷം പറഞ്ഞ ആ കുട്ടിയെ എനിക്ക് ഇഷ്ടമാണ്, പിന്നെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ലതാണെന്നൊക്കെ എൻ്റെ ഉമ്മ എന്നോട് ആ സമയത്ത് പറഞ്ഞു. അതിനുശേഷമാണ് നിക്കാഹിന് വേണ്ടിയിട്ട് ഞാൻ നാട്ടിലോട്ട് വരുന്നത്. നമ്മള് ഇൻഡയറക്റ്റ് അവരോടൊക്കെ സമ്മതം എടുക്കുന്നുണ്ടായിരുന്നു. എനിക്ക് പ്രിയപ്പെട്ട ആൾക്കാരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കുഞ്ഞു കുഞ്ഞു കള്ളത്തരങ്ങളിലൂടെയാണ് പറഞ്ഞിട്ടുണ്ടായത്. കാരണം ഇങ്ങനെ പ്രസന്റ് ചെയ്യണം. പിന്നെ നമ്മൾ 1 വർഷം എന്ന് പറഞ്ഞ ഒരു തീരുമാനം എടുത്തല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളോട് പറഞ്ഞാൽ മറ്റേ ആളോട് പറഞ്ഞില്ല എന്നുള്ള പ്രശ്നം വരും. അപ്പോൾ നമ്മൾ തീരുമാനിച്ചു ആരോടും പറയണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ റമീസ് ഖാൻ്റെ ഇക്കാക്കാനോട് പറഞ്ഞിട്ടില്ല. റമീസ് ഖാൻ്റെ ഇക്കാക്ക എന്ന് പറഞ്ഞാൽ റമീസ് ഖാക്ക് ഇക്കാക്കയല്ല, എന്താ പറയുക, ഒരു ഫ്രണ്ട്സിനെ പോലെയാ. എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഉമ്മ, ഉപ്പ, പിന്നെ എൻ്റെ ഇക്കാക്കയാണ്. ഇർഷാദ് എന്ന് പറഞ്ഞ എൻ്റെ ഇക്കാക്കയാണ് ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത്.
അപ്പോൾ റിഷാക്കാട് പറഞ്ഞിട്ടില്ല. അത്രയും പറയാണ്ടിരിക്കണമെങ്കിൽ നമ്മൾ അത്രയും പേടിച്ചിട്ടായിരിക്കും എന്നറിയാലോ. റിഷാക്കാട് എല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ബന്ധമായിരുന്നു ഇവർ തമ്മിൽ. എന്നിട്ട് പോലും പറഞ്ഞിട്ടില്ല. കാരണം ഒന്നാമത് പറയാത്തതിൻ്റെ കാരണം വെച്ചാൽ എനിക്ക് 2 മക്കളുണ്ട്. അപ്പോൾ ഫാമിലി എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നുള്ളൊരു പേടി നമുക്കുണ്ടായിരുന്നു. പക്ഷേ പടച്ചോനെ ആ ഒരു എല്ലാരും ഫാമിലി ഞെട്ടിച്ചുകൊണ്ടല്ലേ. ഒരു വാക്ക് ചോദിക്കൂലേ. ഇതിൻ്റെ വേറൊരു കാര്യം കൂടി ഞാൻ ഇതിൻ്റെ കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. ഉമ്മാൻ്റെ കാര്യത്തിൽ എന്നെ ഞെട്ടിപ്പിച്ച വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. അപ്പം എന്താ? അതേ പറയാം. ഈ ഇങ്ങനെയും ആൾക്കാരുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഞെട്ടലുണ്ടായത് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ നാട്ടിൽ വന്ന് നിക്കാഹ് ചെയ്യണം. അപ്പോൾ നിക്കാഹ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ എൻ്റെ മഹലിന് ചെയ്യണം, അല്ലെങ്കിൽ റമീസ് ഖാൻ്റെ മഹലിന് ചെയ്യണം. അപ്പം അങ്ങനെ ചെയ്യുവാണെങ്കിൽ എങ്ങനെയായാലും എല്ലാവരും അറിയും. അപ്പം നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് ഒട്ടും അറിയില്ല. പിന്നെ രജിസ്റ്റർ മാരേജ്, അവിടെ നമ്മൾ പടച്ചവന് മുമ്പിൽ ഹലാലാവൂലല്ലോ. നിയമപരമായിട്ട് നമ്മൾ ഹലാലാവുന്നല്ലേ ഉള്ളൂ. അല്ല, നിയമപരമായിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആവുന്നല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് നമ്മളൊരു സുഹൃത്ത്, ഒരു ഉസ്താദ് ഉണ്ട്. ആളെ ഐഡൻറ്റിറ്റി ഞാൻ കൃത്യമായി പറയുന്നില്ല. അപ്പം മൂപ്പരുമായിട്ട് ഞാനിങ്ങനെ സംസാരിച്ചു. നമുക്ക് എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ ഇങ്ങനെ നിക്കാഹ് ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷെ നമുക്കിപ്പോൾ എല്ലാവരും ഒന്നും അറിയിച്ചിട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ജസ്റ്റ് നിക്കാഹ് മാത്രം ചെയ്യാനാണ് എന്ന് പറഞ്ഞു. അപ്പം ആള് കുറച്ച് ആൾക്കാരെ കോണ്ടാക്ട് ചെയ്തു. അപ്പം നമ്മൾ ഓരോ മഹലിലും ഓരോ നിയമങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു മറ്റുള്ള മഹലുകളിൽ നിന്ന് ചെയ്യാൻ. അപ്പം പാലക്കാട് ഡിസ്ട്രിക്റ്റിലെങ്ങാനും ഒരു ആരോ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ നമ്മൾ നിക്കാഹ് പാലക്കാട് ചെയ്ത ഉസ്താദ്. ഡിസ്ട്രിക്റ്റ് അല്ല, നമ്മള് കോഴിക്കോട് ഡിസ്ട്രിക്റ്റ് തന്നെയാണ് പെടുന്നത്. പാലക്കാട് ബോർഡറോ പാലക്കാട് അങ്ങനെ ബോർഡർ ആണ് വരുന്നത്. ആ താമരശ്ശേരി ആ ഒരു ഏരിയയിലുള്ള ഒരു ബോർഡറിൽ അങ്ങനെ വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ സിസ്റ്റം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പള്ളി, ആ പള്ളിയുടെ ഖത്തീബ് എന്ന് പറയുന്നല്ലേ, അവരങ്ങനെ തന്നെയായിരുന്നില്ലേ, അവർ ഒരു തറവാടിനൊരു പള്ളി, നമ്മൾ ഈ ഹിന്ദു സിസ്റ്റം പോലെ തറവാടിനൊരു അമ്പലം എന്ന് പറയുന്ന പോലെ തറവാടിനൊരു പള്ളി എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നത്. അപ്പോൾ ആ തറവാട്ടിലെ മുതിർന്ന ആളാണ് അവിടുത്തെ ഖത്തീബായിട്ടൊക്കെ ഉണ്ടാവുക. അപ്പം ആളുമായിട്ട് സംസാരിച്ചു. ആൾ നിക്കാഹ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ കോഴിക്കോട് വെച്ചിട്ട് ഈ പറഞ്ഞ നമ്മളെ സുഹൃത്തിൻ്റെ ഫ്ലാറ്റിൽ വെച്ചിട്ടായിരുന്നു നിക്കാഹ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വളരെ ചെറിയ ഒരു നിക്കാഹ്. പിന്നെ അന്ന് നിക്കാഹ് ചെയ്ത് തന്നത് ഇക്കാക്കയാണ്. പിന്നെ റമീസ് ഖാൻ്റെ സൈഡിൽ നിന്ന് ഒരാളുണ്ടായിരുന്നു, പക്ഷെ ആളെ നമ്മളിപ്പോൾ പറയുന്നില്ല. പിന്നെ അത് പറഞ്ഞു. കാരണം വെച്ചാൽ അന്ന് നമ്മളെ വിശ്വസിച്ച് നമ്മളെ കൂടെ നിന്ന ആളാണ്. അവരെ നമുക്ക് ചതിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ ആ പറഞ്ഞൊരു ഫ്രണ്ട്, പിന്നെ ഉസ്താദ്, എൻ്റെ ഉമ്മ, എൻ്റെ മക്കള്, നമ്മളെല്ലാവരും കൂടിയാണ് നിക്കാഹ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിക്കാഹ് ചെയ്തു. പിന്നെ റമീസ് ഖാക്ക് അധിക നാൾ ഇവിടെ നിൽക്കേണ്ട ഇതില്ല. കാരണം നമ്മൾ നിക്കാഹ് ചെയ്യുക, ഹലാലാക്കുക, പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ട് റമീസ് ഖാ തിരിച്ചു വരുന്നു. പിന്നെ എല്ലാവരോടും പറഞ്ഞിട്ട് നോർമലി എല്ലാവരും അറിയിച്ച് എല്ലാവരെയും സമ്മതം വാങ്ങി കല്യാണം. അതായിരുന്നു നമ്മളെ പ്ലാന്. പക്ഷെ അത് അടപടലും തേഞ്ഞു പോയി. ആ തേയാൻ കാരണം എൻ്റെ അടുത്ത് വന്ന മിസ്റ്റേക്കാണ്. അതിനിടക്ക് നമുക്കൊരു യാത്ര പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിക്കാഹ് ചെയ്തു. നിക്കാഹ് ചെയ്തതിന് ശേഷം കേട്ടോ. അതായത് 26-ാം തീയതി ഞാനിവിടെ വന്നു. 26-ാം തീയതി രാവിലെ ഇവിടെ വന്നു. 27-ാം തീയതി രാവിലെ നിക്കാഹ്. 27-ാം തീയതി രാവിലെ നിക്കാഹ്. അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ ഇവിടെ വന്ന് വീണ്ടും നാട്ടിലോട്ട് വന്നു. 28-ാം തീയതി രജിസ്ട്രേഷന്റെ ഭാഗമായിട്ട് നമ്മൾ നിക്കാഹ് ചെയ്തു. പിന്നെ രജിസ്റ്റർ ചെയ്യുക. പിന്നെ ഒരുപാട് ലേറ്റ് ആക്കിയാൽ അതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ വർക്ക് ചെയ്യുന്നത് ആ ഒരു ഫീൽഡിലായതുകൊണ്ട് എനിക്ക് അറിയാലോ. 28-ാം തീയതി നമ്മള് പാലക്കാട്ടിലേക്ക് നമ്മള് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പോകുന്നു. അപ്പം ഈ ഒരു കാര്യമായിട്ട് സംസാരിച്ചിട്ട് ഈ അടുത്ത് സംസാരിച്ചപ്പോൾ ഒരാൾ എന്നോട് നമ്മൾ ശരിക്കും നിക്കാഹ് ചെയ്തിട്ടില്ല എന്നാണ് മിക്ക ആൾക്കാരുടെയും വിചാരം. അപ്പം ഇത് ജെന്യുവിൻ ആണോ എന്ന് പരിശോധിക്കും, അങ്ങനെ ഒരു പള്ളി ഉണ്ടോ എന്ന് പരിശോധിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്രോസ് ചെക്ക് ചെയ്യും അങ്ങനെയൊക്കെ. പക്ഷെ അല്ല, നമ്മളിപ്പം പഠിച്ചവന്റെ മുന്നിൽ നമ്മള് ഓൾറെഡി നമ്മള് ഹലാലായിട്ട് എന്റെ ഉമ്മാക്കറിയാം. റമീസ് ഖാന്റെ ഉമ്മാനോട് ഉപ്പാനോട് നമ്മൾ ഈ പറഞ്ഞ കഥകളൊക്കെ പുറകിലോട്ടേക്ക് വരും കേട്ടോ. ഒരുപാട് വലിച്ചു നീട്ടണ്ട. ഇല്ല, അല്ല, നമ്മളെല്ലാവരും പഠിച്ചതിന് മുന്നിൽ നമ്മൾ ഹലാലായിട്ട് കൊണ്ടുപോയതാണ്. അതിനുശേഷം നമ്മൾ രജിസ്റ്റർ മാരേജ് ചെയ്തു. രജിസ്റ്റർ മാരേജ് ചെയ്ത ഇത് കണ്ടിട്ടാണ് അവർ പറയുന്നത്. എന്തായിരുന്നാലും നമ്മൾ രജിസ്റ്റർ ചെയ്തത് ഇല്ലീഗൽ ആണെങ്കിലും എന്തായിരുന്നാലും
കള്ളത്തരമാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഒരു ഇതിലോട്ട് പഞ്ചായത്തിന്റെ വരുമല്ലോ. കീഴിലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പൊ പഞ്ചായത്തിന്റെ കീഴിൽ അങ്ങനെ ഒരു പള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ അവർ രജിസ്റ്റർ ചെയ്ത് രജിസ്റ്റർ തരൂലല്ലോ. ചെയ്തിട്ടില്ലല്ലോ. അത് പിന്നെ നമ്മളെ അംഗീകരിച്ചു തരാനുള്ള ബുദ്ധിമുട്ടായിരിക്കും. കാരണം വെച്ചാൽ ഞാനും റമീസ്കയും ഫൽക്കയും ജസീലയും ജീവിച്ചിരിക്കുന്ന സമയത്തെ കോണ്ടാക്ട് ഉള്ളവരായിരുന്നു, നമ്മൾ മുമ്പേ റിലേഷൻഷിപ്പിലായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ ഇത്ര പെട്ടെന്ന് കല്യാണം കഴിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് റൂമർ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. ഈ ഇരുട്ടി കാണാൻ തുടങ്ങിയത് ഞാൻ നിന്നെ പരിചയപ്പെട്ടതിന് ശേഷമാണ്. വേറൊരു കാര്യമുണ്ട്, പിന്നെ എനിക്ക് ആ പഴഞ്ചൊല്ലി കറക്റ്റ് അറിയില്ല. സത്യം ടൗണിൽ പോയി വരുമ്പോഴത്തേക്ക് കള്ളത്തരം ലോകം ചുറ്റി വരും എന്ന് പറയുന്നില്ലേ, അതുപോലെ നമ്മളോട് പോലും ചോദിക്കാണ്ട് നമ്മളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞെടുക്കുന്നുണ്ട്. അവര് പറഞ്ഞവർക്ക് അറിയാം നമ്മളെ കുറിച്ച് പറഞ്ഞു നടക്കുന്ന കാര്യങ്ങൾ. അവര് നമ്മളോട് പൊരുത്തപ്പെട്ടു കൊടുക്കാനൊക്കെ ഞാൻ ഓക്കെയാണ്, പക്ഷെ എന്നാലും മനസ്സിൽ തട്ടിയ കുറെ കാര്യങ്ങളുണ്ട്. അറിയുന്നവരുണ്ടല്ലോ നമ്മൾ ഇങ്ങനെയൊക്കെ ഇവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് വേണമെങ്കിൽ നമ്മളോട് ഒരു പൊരുത്തം ചോദിക്കാം. കാരണം വെച്ചാൽ അത്രയും വേദനിപ്പിച്ചിട്ടുണ്ട് നമ്മളെ അത്. അപ്പം അങ്ങനെ നമ്മൾ നിക്കാഹ് ചെയ്തു. 28-ാം തീയതി നമ്മൾ പാലക്കാടിലേക്ക് നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ നമ്മളവിടെ റൂം എടുത്തിട്ടുണ്ടായിരുന്നു. റൂം എടുത്ത സമയത്ത് നമ്മൾ ജസ്റ്റ് ഒരു റീല് നമുക്ക് വേണ്ടി മാത്രം ഒരു റീൽ എടുത്തതാണ്. അതാണെങ്കിൽ ഷൂട്ട് ചെയ്തത് ഇൻസ്റ്റഗ്രാമില്. അപ്പോൾ നമ്മളത് ജസ്റ്റ് അന്ന് അന്നത്തെ പൊട്ട ബുദ്ധി എന്ന് പറയാല്ലേ, അപ്പത്തേക്ക് റമീസ്ക്ക് തിരിച്ചു പോയി. അപ്പത്തേന് ആള് ഖത്തറിലോട്ടേക്ക് എത്തി. അപ്പം എനിക്കിത് എങ്ങനെ നോക്കിയിട്ടും ആ റീൽ ഒന്ന് സേവ് ചെയ്ത് വെക്കാൻ പറ്റില്ല. എനിക്കാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിലെ ഡ്രാഫ്റ്റിൽ അത് കിടക്കുമ്പോൾ ഒരു ടെൻഷൻ, കാരണം നമ്മളെ ഫോൺ എല്ലാവരും എടുക്കുന്നതല്ലേ. അപ്പം നമ്മളിപ്പോൾ ആരോടും പറയാണ്ടൊക്കെ ഇത് ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവർ കാണുമ്പോൾ എങ്ങനെ ഇത് ഫേസ് ചെയ്യുന്നുള്ളൊരു ഇതുകൊണ്ട് എനിക്കതൊന്ന് സേവ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഡിലീറ്റ് ചെയ്യണം. പിന്നെ വേറൊരു കാര്യം കേട്ടോ, ആൾക്കാർ തെറ്റിദ്ധരിക്കുന്ന രീതിയിലുള്ള വീഡിയോസ് അല്ല കേട്ടോ, ജസ്റ്റ് നമ്മൾ തമ്മിലുള്ള റീല്. കാരണം പക്ഷെ അത് നമുക്ക് പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിക്കാഹിന്റെ കാര്യം പുറത്ത് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഒന്നിച്ച് കാണുമ്പോൾ എന്താ പറയുക, ചോദ്യം വരും, അപ്പം അതിന് ഉത്തരം പറയേണ്ടി വരും എന്നുള്ളത്. അപ്പം ഇങ്ങനെ ഈ റീൽ എന്ത് ചെയ്തു, ഞാൻ ഒരു ദിവസം രാവിലെ റീല് ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്തു, അതിനൊന്ന് സേവ് ചെയ്തു, എന്നിട്ട് അപ്പം തന്നെ ഡിലീറ്റ് ചെയ്തു. 10 സെക്കൻഡ് ഒന്നും ഉണ്ടാവില്ല. ആൾക്കാരുടെ ഒരു ത്വര ആലോചിച്ച് നോക്കണേ. നമ്മളാ റീല് പോസ്റ്റ് ചെയ്ത സമയത്ത് തന്നെ ഏതോ ഒരു 2 ആൾക്കാർ അതൊന്ന് സ്ക്രീൻ റെക്കോർഡ് ചെയ്തു. എന്ന് വെച്ചാൽ അവർക്കത് ഡൗൺലോഡ് ചെയ്യാനുള്ള ടൈം അവർക്ക് കിട്ടൂല. കാരണം വെച്ചാൽ അത്രയും സെക്കൻഡ് മാത്രമേ ഞാൻ അത് അതിനകത്ത് വെച്ചിട്ടുള്ളൂ. അപ്പോൾ ആ റീൽ ഇങ്ങനെ ഷെയറായിട്ട് ഇതുപോലെ ഭയങ്കര റൂമർ. നമ്മൾ മാന്യമായിട്ട് ഭാര്യയും ഭർത്താവും ആയിട്ടിരിക്കുന്ന സമയം, പക്ഷെ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാത്തതുകൊണ്ട് എല്ലാവർക്കും ഒരു ഡൗട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ആൾക്കാരെ ഇങ്ങനെ വീണ് കിട്ടുന്ന ഒരു അവസരം എന്ന് പറയുന്ന പോലെ നമ്മളെ കൊത്തി തിന്നാൻ വേണ്ടി, ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാളാണല്ലോ, അപ്പം കൊത്തി തിന്നാൻ വേണ്ടി നമ്മളായിട്ടൊരു ചാൻസ് ഉണ്ടാക്കി കൊടുത്തു. അപ്പം അവർ പറയുന്നതെന്ന് വെച്ചാൽ ഫുള്ള് ഇവരെല്ലാവരും ഷെയർ ചെയ്യുന്നു, ഭയങ്കര ഘോരഘോരമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നു, അവൾ വഴിതെറ്റിപ്പോയി, പിന്നെ ഞാൻ ഒളിച്ചോടി പോയിട്ടാണ് കല്യാണം നടത്തിയത്, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഭയങ്കര റൂമർ. അപ്പം ഇതിങ്ങനെ ഞാൻ കേൾക്കാനിടയായി. അപ്പം എനിക്ക് തോന്നി, ഇനിയിപ്പം നിക്കാഹ് ചെയ്തെന്ന് പറഞ്ഞിട്ട് വെറുതെ എന്തിനാ നമ്മളെ ഒരു ഇത് കളയുന്നത്. നമ്മളൊരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പം എനിക്ക് 2 പെൺകുട്ടികളുണ്ട്. അപ്പം ആൾക്കാർക്ക് അതൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കണ്ട എന്നുള്ള രീതിക്ക് ഞാൻ റമീസ്കയോട് പറഞ്ഞു, റമീസ്ക 1 വർഷത്തേക്ക് ഇത് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. ഇനിയിപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ നമ്മളെ പ്ലാൻ പോലെ നിക്കാഹ് ചെയ്യുവാണെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് നമ്മൾ അതിന് മുമ്പേ അവർ ഒന്നിച്ച് റൂമിലായിരുന്നു, ആ ഒരു രീതിക്കൊക്കെ സംസാരം വരും. അപ്പോൾ വേണ്ട, ഇത് നമുക്ക് എല്ലാവരോടും പറയണം എന്നുള്ള രീതിക്ക് നമ്മൾ തീരുമാനിച്ചു. അപ്പോൾ ഇക്കാക്കാനോട് ഞാൻ പറഞ്ഞു, ഇക്കാക്ക പിന്നെ ഉമ്മാൻ്റെ ആങ്ങളിനോടെല്ലാം സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചെന്താ, ഇത് കുറച്ച് ആളുകളിലൊക്കെ ഷെയർ ആയിട്ടുള്ളൂ എങ്കിൽ നമുക്ക് ഓക്കെ, നോർമലായിട്ട് തന്നെ എല്ലാവരോടും ഇങ്ങനെ കല്യാണം കഴിപ്പിക്കാം അങ്ങനെ പറഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി വേണ്ട, അങ്ങനെ ഒരാളെങ്കിലും ഈ റീല് കണ്ടിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒന്നിച്ചിട്ട് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ചർച്ച ചെയ്യുമ്പോൾ അവർ പറയാന്ന് വെച്ചാൽ പല മോശങ്ങളായിട്ടുള്ള കാര്യങ്ങൾ വരും. അപ്പോൾ നമ്മൾ നിക്കാഹ് ചെയ്തതാണ് എന്ന് തന്നെ പറയാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ എൻ്റെ ഉമ്മാൻ്റെ ആങ്ങളെ വിളിച്ചിട്ട് റമീസ്ഖാൻ്റെ വീട്ടിൽ പറഞ്ഞു. അല്ല, നമ്മൾ ഒന്നിച്ച് പോയിട്ടാണല്ലോ റമീസ്ഖാൻ്റെ വീട്ടിൽ പറയുന്നത് ഉമ്മാനോട്. ഞാനും റമീസ്കയും കൂടെ റമീസ്ഖാൻ്റെ വീട്ടിലൊരു ദിവസം പോയി. അപ്പോൾ ഉമ്മാനോട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഉമ്മ ഒന്നും പറഞ്ഞില്ല. ഉമ്മ പറഞ്ഞത് ഇത്ര മാത്രം, പള്ളിയിൽ ലെറ്റർ ഇല്ലാണ്ട് കല്യാണം കഴിക്കാൻ പറ്റില്ല, അങ്ങനെ ഇങ്ങനെ. ഉമ്മാടെ നമ്മൾ പറഞ്ഞു, ഇല്ലുമ്മ നമ്മൾ നിക്കാഹ് ചെയ്തു, നമ്മൾ രജിസ്ട്രേഷനും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉമ്മാക്ക് പെട്ടെന്നൊന്ന് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ്. പക്ഷെ ഉമ്മാക്ക് അറിയായിരുന്നു നമ്മൾ കല്യാണം കഴിക്കൂ എന്നുള്ളത്.
കാളെ പാല് വെക്കുമ്പോ അറിയാലോ എന്താണെന്ന്. മക്കളെ പെരുമാറ്റത്തിന് ഉമ്മാക്ക് മനസ്സിലായല്ലോ. അപ്പൊ അല്ല, ഉമ്മാക്ക് ഉമ്മാനോട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇങ്ങനെ. അപ്പോഴത്തേക്ക് ഉപ്പാനോട് ഉമ്മ പറഞ്ഞു, ഉപ്പാനോട് ഞാൻ പറഞ്ഞു, ഉപ്പാനോടൊന്ന് ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കണം എന്നൊക്കെ ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് രണ്ടുപേർക്കും പ്രശ്നമില്ലാത്തതിന് കാരണം ഈ ഉമ്മാക്കും ഉപ്പാക്കും പ്രശ്നമില്ല എന്ന് പറഞ്ഞപ്പോൾ ഈവൻ എൻ്റെ സൗഹൃദങ്ങളിൽ പോലും അവർക്കൊരു ഡൗട്ട് വന്നു, അതെന്താ ഉമ്മാക്കും ഉപ്പാക്കും പ്രശ്നമില്ലാത്തത്. പിന്നെ അങ്ങനെ പറയുമ്പോൾ ഒരു ഡൗട്ട്, അവരെന്താ ഒന്നും എതിർക്കാത്തേന്ന് പറഞ്ഞേ. അപ്പം എനിക്കും ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളൊരു തോന്നൽ വന്നേ. പക്ഷെ അതിനുള്ള കാരണം എന്താ വെച്ചാൽ റമീസ്ക എല്ലാവരിൽ നിന്നും അകന്നിട്ട് വളരെ ഡിപ്രഷൻ്റെ ആ ഒരു സ്റ്റേജിലൂടെ ആരുമായിട്ടും കോണ്ടാക്റ്റ് നിലനിർത്താണ്ട് ജീവിച്ചു പോകുമായിരുന്നു. അപ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും അവരുടെ മകനെ തിരിച്ചു കിട്ടണം, അങ്ങനെ ഹാപ്പിയായി ജീവിക്കുന്നതാണ്. എല്ലാ ഉമ്മമാരും ഉപ്പമാരെയും പോലെ അവരും ആഗ്രഹിച്ചത് അതാ. അപ്പം ഞാൻ കാരണം അവർക്ക് മോനെ തിരിച്ച് കിട്ടുവാണെങ്കിൽ അവരുടെ സന്തോഷം അതാണല്ലോ. അവർക്ക് അപ്പം അവിടെ പിന്നെ കുടുംബ മഹിമ അല്ലെങ്കിൽ അവർക്ക് 2 മക്കളുണ്ട് അതൊന്നുമല്ല, നമ്മൾ മോനെ തിരിച്ച് കിട്ടണം. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്, 2 മക്കളുണ്ടെന്നൊക്കെ? അല്ല, അതെല്ലാരും ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ കമന്റിലും കൂടി ഉണ്ടായിരുന്നു, 2 മക്കളുള്ള ഒരു സ്ത്രീയെ കല്യാണം കഴിച്ച റമീസിന്റെ മനസ്സ് വലുതാന്ന് പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ ഞാൻ എല്ലാ കമന്റ്സ് ഒന്നും നോക്കാറില്ല കേട്ടോ. എല്ലാം ഇവിടെ തന്നെയാണ് മാനേജ് ചെയ്യാറ്. ഞാൻ ജസ്റ്റ് ഇതേപോലെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നല്ലാതെ. എന്നെ കുറിച്ച് നെഗറ്റീവ് വന്നാലൊക്കെ ഇല്ല, ഞാന് ചില നെഗറ്റീവ് ഇവള് പറയും എന്നോട്, ഇന്ന് നെഗറ്റീവ് കമന്റ് വരുന്നുണ്ട്. ഞാൻ പറയും, നീ എന്തിനും മൈൻഡ് ആക്കണതൊക്കെ, പറയുന്നവരങ്ങ് പറഞ്ഞോട്ടെ, നമുക്ക് അത് നോക്കി മുന്നോട്ട് പോകാൻ നിന്നിട്ടുണ്ടെങ്കിൽ അതിനെ സമയം ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ എപ്പോഴും പറയും. പക്ഷെ ഞാൻ കമന്റ് നോക്കി എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നത്, എല്ലാവരും നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കൂലേ നമ്മളോട് സംസാരിക്കുന്നുണ്ടാവുക. അപ്പോൾ അവരോട് പിന്നെ അവരെ കമന്റ് മൈൻഡ് ചെയ്യാണ്ടിരിക്കുക, അവർക്കൊരു റിപ്ലൈ കൊടുക്കാണ്ടിരിക്കുക എന്നെല്ലാം പറയുന്നത് മോശമല്ലേ എന്ന് കരുതിയിട്ടാണ് ഞാൻ മാക്സിമം റിപ്ലൈ കൊടുക്കലുണ്ട്. പിന്നെ എന്തെങ്കിലും തിരക്കിലായി പോയാൽ റിപ്ലൈ കൊടുക്കുന്ന കുറച്ച് ലേറ്റ് ആവും. ഒന്നുമില്ലെങ്കിൽ ഒരു ലവ് എങ്കിലും ഞാൻ കൊടുക്കാറുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ മക്കളെ കാര്യം ഇങ്ങനെ എടുത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതൊക്കെ നമ്മൾ കൊടുക്കണം. കാരണം ഇവരൊക്കെയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഇത്രയും വലുതാക്കി എന്നല്ല ഇത്രത്തോളം എത്തിച്ചത്. അതായത് 1, 2, 10 ആൾക്കാർ അറിയുന്ന ഞങ്ങള് സ്റ്റോറി. ഇപ്പം നമ്മള് ഈ ഒരു സ്റ്റോറി കേട്ടിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ എത്ര ആൾക്കാരാണ്. അതന്നെ, നമുക്ക് ഒന്നും കിട്ടിയില്ലേലും പ്രാർത്ഥന കിട്ടുന്നുണ്ട്. ഫൽക്കാക്കായാലും ജസീലാക്കായാലും എല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇവള് വീണ്ടും വന്നിരിക്കുകയാണ്. രക്ഷയില്ല, ഇവിടെ ഇരുന്നോട്ടെ. അപ്പോൾ പിന്നെ അങ്ങനെ ഒരുപാട് പ്രാർത്ഥന നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. വളരെ സന്തോഷം അതിൽ. അപ്പോൾ നമ്മൾ നിക്കാഹ് ഇങ്ങനെയാണ് ചെയ്തത്. പിന്നെ ഇനി അതിനകത്ത് ചോദ്യം വന്നതെന്ന് വെച്ചാൽ ജസീലാൻ്റെ ഫാമിലിയായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടോ, ആസി അവിടെ പോയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസീലാൻ്റെ ഫാമിലിയായിട്ട് അവിടെ പറയട്ടെ, ജസീലാൻ്റെ ഫാമിലിയായിട്ട് റമീസ്ക കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഇതുവരെ കോണ്ടാക്റ്റ് ചെയ്തിട്ടില്ല അവരെ. കാരണം വെച്ചാൽ ഇൻഡയറക്റ്റ് അവരിങ്ങനെ അവരെ മകളാണ്, ചെറിയ മോളാണ്, അപ്പം മോളെ നഷ്ടപ്പെട്ടു. അപ്പോൾ ആ ഒരു സ്ഥാനത്ത് ഒരിക്കലും ആ സ്ഥാനത്തോട്ടേക്ക് എനിക്ക് കയറാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. പിന്നെ പക്ഷെ അവരെ ഒരു കാഴ്ചപ്പാടിൽ ആ ഒരു സ്ഥാനത്തേക്ക് ഒരു പെണ്ണ് വന്നപ്പോൾ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടായിരിക്കാം, അവർക്ക് കുറച്ച് വിഷമമുണ്ട്. അതുകൊണ്ട് അവർക്കിങ്ങനെ ആരുടെ അടുത്തോ പറഞ്ഞു, പിന്നെ നമുക്കങ്ങനെ ഞാൻ അങ്ങോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം റമീസ്ഖാനെ കൂട്ടി പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കിങ്ങനെ അങ്ങനെ കാണാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് നമുക്കറിയാൻ വേണ്ടി സാധിച്ചു. അവരെ ആ ഒരു മാനസികാവസ്ഥയെ നമ്മൾ ബഹുമാനിക്കുന്നു. നമുക്കായാലും നമ്മുടെ കുടുംബത്തിലൊരു സിറ്റുവേഷൻ നമുക്കറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ടില്ല. പിന്നെ റമീസ്ക അതിന് ശേഷം ജസ്ലാൻ്റെ ഉപ്പാനെയൊക്കെ കണ്ട് ആരോട് നിക്കാഹിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിപ്പം ഫൽക്കാൻ്റെ ഫാമിലിനോടായാലും എൻ്റെ ഫാമിലിയിലായാലും വളരെ ചുരുക്കം ആൾക്കാരോട് മാത്രമേ നമ്മൾ നിക്കാഹിൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ളൂ. ഫാമിലിയിൽ ആരോടും പറഞ്ഞിട്ടില്ല. ഇക്കാക്ക, ഉമ്മ, റമീസ്ഖാൻ്റെ ഭാഗത്ത് നിന്ന് ഒരാൾ, അത്ര ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ. എല്ലാവരോടും പിന്നെയാണ് നമ്മൾ പറഞ്ഞത്. അതിൽ വേറെ കാര്യം എന്ന് പറയുന്നത്, എൻ്റെ ഇക്കാക്കാനോട് ഞാൻ നേരത്തെ പറഞ്ഞു, എൻ്റെ ഇക്കാക്കയാണ് എനിക്ക് ഏറ്റവും വലുതെന്ന് പറഞ്ഞു. പക്ഷെ ആ ഇക്കാക്കാനോട് പോലും ഞാൻ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടില്ലായിരുന്നു. അതില് ഇക്കാക്കക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. കുറച്ച് ദിവസം മിണ്ടിയിട്ടില്ല. ഞാനാണ് ഇക്കാക്കനോട് പറയുന്നത്, അപ്പം ഇങ്ങനെയുണ്ട്. അപ്പത്തേനും അവർക്ക് കാര്യങ്ങൾ അറിയായിരുന്നു. ഉമ്മാനോട് സംസാരിച്ചിട്ടില്ല. ഇക്കാക്ക എന്നോട് സംസാരിക്കലോ കാര്യങ്ങളൊന്നുമില്ല. അഥവാ സംസാരിച്ചാൽ തന്നെ ഗൗരവത്തോട് കൂടിയിട്ടായിരുന്നു സംസാരിച്ചത്. പക്ഷെ എൻ്റെ ഇക്കാക്കന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പെട്ടെന്ന് കാമാവുന്നത്. അതായത് നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മൂപ്പർ എന്തെങ്കിലും നമ്മളോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, മോശമായിട്ടൊന്നും പറയില്ല, പെട്ടെന്ന് എന്തെങ്കിലും ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കാമായിട്ട് പഴയ രീതിയിലോട്ട് തിരിച്ചു വരും. അപ്പം നമ്മളെ സ്നേഹിക്കുന്നവരിൽ നമ്മൾ നിക്കാഹ് പറയാത്തോണ്ടാണ് ഇപ്പം ഒരുപാട് ആൾക്കാർ നമ്മൾ വെറുക്കപ്പെട്ടവരായി മാറിയത്. ഫാമിലിയിലായാലും സത്യം പറഞ്ഞ ജസീലയുടെ ഫാമിലിയിലായാലും
നീ ഹായ് പറഞ്ഞാരോട്. ഞാൻ അസ്ബ മെഹക്കാന്ന് പറ. അബ്ബമ്മയ്ക്ക് അറിയില്ല. ഓക്കെ, അബ്ബമ്മയ്ക്ക് അറിയില്ല കേട്ടോ. അങ്ങനെ മോള് ഉമ്മച്ചിയില്ലേ ഇതിൻ്റെ അകത്ത് വർത്താനം പറയട്ടെ. മോള് അങ്ങോട്ടാക്കി തരട്ടെ. നമ്മളിവിടെ ഒന്ന് അങ്ങോട്ടേക്ക് പറഞ്ഞു തരട്ടെ. വാ ആച്ചിനൊന്ന് കളിച്ചോട്ടാ. വേണം വേണം അപ്പൊ അസ്ബുവിനെ പറഞ്ഞു വിട്ടു. പിന്നെ എൻ്റെ ഈ കാര്യം നിക്കാഹിൻ്റെ കാര്യം പറയാത്തതിൻ്റെ പേരിൽ എൻ്റെ ഫാമിലിയിലായിരുന്നാലും ജസീലയുടെ ഫാമിലിയിലായിരുന്നാലും ഒരുപാട് ആൾക്കാർക്ക് ഡയറക്റ്റായിട്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്നു. അത് പറയാത്തതിൻ്റെ ഒരു നീരസാട്ടോ, അല്ലാതെ വേറെ എന്നോടുള്ള വെറുപ്പ് കൊണ്ടോ വേറെ ഇല്ല പ്രശ്നങ്ങൾ കൊണ്ടൊന്നും ഇവളോടുള്ള പ്രശ്നം പക്ഷെ കൊണ്ടോ നമ്മളോട് ഒന്നുമല്ല. യഥാർത്ഥ സ്നേഹമുള്ള ആൾക്കാരായിരുന്നെങ്കിൽ ആ നീരസം ഉണ്ടാവും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ആ സാരമില്ല, അവരത്രയും അനുഭവിച്ച ആൾക്കാരല്ലേ, അവർ ഇനിയെങ്കിലും സന്തോഷത്തോടെ ജീവിച്ചോട്ടെ എന്ന് വിചാരിക്കുന്നതിന് പകരം അവർ നമ്മളോട് പറഞ്ഞില്ല, അവർ ഒളിപ്പിച്ച് വെച്ചു, അവരിതാക്കി, ആ ഒരു കാരണം കൊണ്ട് മുമ്പോട്ടേക്ക് കൊണ്ടുപോകണമെങ്കിൽ അതിൻ്റെ സ്നേഹം എന്ന് പറയാൻ പറ്റില്ല. ഒരിക്കലും സ്നേഹമല്ല. അങ്ങനെയാണെങ്കിൽ സ്നേഹം നമ്മളോട് ദേഷ്യം ഉണ്ടാവേണ്ടിയിരുന്നത് അത്രയും വലിയ വൈരാഗ്യ ബുദ്ധി ഉണ്ടാണ്. എൻ്റെ അമ്മാവന്മാർ എൻ്റെ ഉപ്പാൻ്റെ അനിയനോട് സംസാരിച്ചു, ഉപ്പാൻ്റെ പെങ്ങളെ മോൻ്റെ അടുത്ത് സംസാരിച്ചു. ഒരുവിധം എൻ്റെ ഫാമിലിയിൽ എല്ലാവർക്കും ഇപ്പോൾ കാര്യങ്ങൾ അറിയാം. ഒരുവിധം എന്നല്ല, എല്ലാവർക്കും ഇപ്പം അറിയാം. നമ്മളിപ്പോൾ യൂട്യൂബിൽ ഇടുന്നതുകൊണ്ടും അങ്ങനെ എല്ലാവർക്കും അറിയാം. ഇനി അതല്ല, പിന്നെ റമീസ് ഖാൻ്റെ ഫാമിലിയിൽ റമീസ് ഖാൻ്റെ ഇക്കാക്ക, പിന്നെ അതുപോലെ തന്നെ ഉമ്മ ഉപ്പ, ഇവരൊക്കെയാണ് നമ്മളോട് ഏറ്റവും വെറുപ്പ് കാണിക്കേണ്ടത്, നമ്മൾ അടുപ്പിക്കാണ്ടിരിക്കുന്നത്. പക്ഷെ അവരെ സംബന്ധിച്ചോളം അവർക്ക് നമ്മളോട് ഇഷ്ടമാണ്. അപ്പോൾ അവർ കണക്കൂട്ടുന്നത് അൽഹംദുലില്ലാ നമ്മളെ മക്കൾ തിരിച്ച് ലൈഫിലോട്ടേക്ക് വന്നല്ലോ, അവരത് ആഗ്രഹിക്കുന്നത്. നമ്മളെ സ്നേഹിക്കുന്നവർ അതേ ആഗ്രഹിക്കുള്ളൂ. ഇപ്പം ഞാനിതിപ്പോൾ പറഞ്ഞല്ലോ, നമ്മൾ ഒരു പോസ്റ്റിലൂടെ എങ്ങനെയാണ് ഞാനിതെല്ലാവരും അറിയിക്കുന്നത് സെക്കൻഡ് മാരേജ് കഴിഞ്ഞു എന്നുള്ളത്. അപ്പോൾ എനിക്ക് എൻ്റെ കൂടെ പണ്ട് 10ാം ക്ലാസ്സിൽ പഠിച്ച ആൾക്കാർ പോലും മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞ സെയ്തിയൊക്കെ എനിക്ക് വേണ്ടി ഒരുപാട് കരഞ്ഞിട്ടുള്ള ഒരാളാണ് സെയ്ത. ഒരുപാട് ഫ്രണ്ട്സ് കിട്ടാം. പിന്നെ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഞാനൊരു അങ്ങനെ അടുത്ത ബന്ധം പോലും സൂക്ഷിക്കുന്നില്ല. അവർ പോലും എന്നോട് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, നിൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ട്, മുമ്പോട്ടേക്ക് പോട്ടെ, ഹാപ്പി മാരീഡ് ലൈഫൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു. അതാണ് സ്നേഹമുള്ള ആൾക്കാർ. അല്ലാണ്ട് നീ നമ്മളെ കല്യാണം വിളിച്ചില്ലല്ലോ, ഇനി അതുകൊണ്ട് നീയുമായിട്ട് നമുക്കൊരു ബന്ധമില്ല എന്ന് പറയുന്നത് സ്നേഹമല്ല. അവർ അത്രയും നാൾ എന്നോട് കാണിച്ചിരുന്നത് സ്നേഹമല്ല എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ നമ്മൾ പറയാതിരുന്നതിൻ്റെ കാരണം നമ്മൾ പറഞ്ഞു, നമ്മളെ പ്ലാൻ ഒന്നായിരുന്നു, പക്ഷെ പടച്ചവൻ്റെ പ്ലാൻ വേറെ ഒന്നായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് പുറത്തുള്ളവർ എന്താ പറയുക മറ്റുള്ളവരെ അറിയിക്കാണ്ടിരുന്നത്. അതിനകത്ത് ഫൽക്ക പോയ സമയത്ത് നമ്മുടെ വീടിന് EMI ഉണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ EMI ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയൊരു എമൗണ്ട് ആയിരുന്നു, 12 lakhs മേലെ എങ്ങനെ വരുന്ന ഒരു എമൗണ്ട് ഇവർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫൽക്കാൻ്റെ ഫ്രണ്ട്സ് മാത്രം മക്കൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്. പക്ഷെ അതല്ല, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അവരൊക്കെ അവരെന്തോ ചെയ്തത് തെറ്റായിപ്പോയി എന്നുള്ള ഇതാണ് ഉള്ളത് എന്നൊക്കെ എന്നോട് ആ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾ ചെയ്ത തെറ്റൊന്നുമല്ല. കാരണം ഞാൻ ഹറാമായിട്ടൊന്നും ചെയ്തിട്ടില്ല, ഫലിലിനെ വഞ്ചിച്ചിട്ടില്ല, ഫലിലിൻ്റെ ഭാര്യയായിരിക്കെ ഞാൻ റമീസിനെ കല്യാണം കഴിച്ചിട്ടില്ല, പിന്നെ ഫലിലിൻ്റെ മക്കളെ ഒഴിവാക്കിയിട്ട് ഞാൻ പോയിട്ടില്ല. ഫലിലിൻ്റെ മക്കളെന്ന് പറഞ്ഞാൽ എൻ്റെ വയറ്റിൽ ജന്മം എടുത്ത എൻ്റെ മക്കളാണ്. അവർ എപ്പോഴും എൻ്റെ കയ്യിൽ സുരക്ഷിതരായിരിക്കും. ഇൻഷാ അള്ളാ എൻ്റെ മരണം വരെ അവർ സുരക്ഷിതരായിരിക്കും. പിന്നെ ഇപ്പോൾ റമീസ്ക്കായാലും ഫൽക്കാൻ്റെ അതേ സ്ഥാനത്ത് നിന്നുകൊണ്ട് അവരെ സംരക്ഷിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാർക്ക്, നമ്മളെ അറിയുന്ന ഒരുപാട് ആൾക്കാർക്ക് അറിയാം, നമ്മൾ ഈ വീട് വെച്ചേക്കുന്നത് ഞാനും ഫൽക്കയും കൂടിയിട്ടാണ് വെച്ചത്. പക്ഷേ ആൾക്കാർക്ക് പറയുമ്പോൾ എപ്പോഴും ഈ മെയിലിനെ മാത്രം എടുത്ത് പറയും. അങ്ങനെ പറയുന്നതിൻ്റെ അകത്ത് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഫൽക്ക മാത്രം വെച്ച വീടാന്ന് പറയുന്നതിൻ്റെ അകത്ത് എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ റമീസ്ക്കും ഞാനും ഈ വീട്ടിൽ താമസിക്കുന്നത് കൊണ്ട് ഇത് ഫലിലിൻ്റെ വീട്ടിലാണോ നിങ്ങൾ താമസിക്കുന്നത്, ഫലിലിൻ്റെ വീട്ടിലാണോ ഇതാക്കുന്നതെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഉള്ളവരോട് എനിക്ക് പറയാനുള്ളത്, ഇത് ഫലിലിൻ്റെ വീട് മാത്രമല്ല, ഫലിലും ഞാനും കൂടെ നമ്മുടെ മക്കൾക്ക് വേണ്ടി പണിത വീടാണ്. മക്കൾ ഇവിടെ തന്നെ വളരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇൻഷാ അള്ളാ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്നും മാറാനുള്ള പ്ലാനിലാണ് നിലവിലുള്ളത്. കാരണം വെച്ചാൽ നമ്മളൊരു അന്തരീക്ഷം നമുക്ക് അനുകൂലമല്ലെങ്കിൽ നമുക്ക് മുമ്പോട്ടേക്ക് പോകല് കുറച്ച് ടാസ്ക് ആയിരിക്കുമല്ലോ. അപ്പം ഞാൻ വന്നതിന് ശേഷം തന്നെ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നു, ഡയറക്റ്റും ഇൻഡയറക്റ്റും ഒരുപാട് ഞാൻ ഫേസ് ചെയ്തിട്ടില്ലെങ്കിലും എന്നല്ല, ഞാൻ കാണുന്നുണ്ട്, എന്നെ കണ്ണാൽ ഞാൻ കാണുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ഇവരൊരുപാട് ഫേസ് ചെയ്യുന്നുണ്ട് ഇവിടെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ. മക്കളോട് ഈ ഒരു ബന്ധത്തിൽപ്പെട്ട തന്നെ ഒരാൾ എൻ്റെ മൂത്ത മോളോട് ചോദിച്ചൊരു ചോദ്യമാണ്, നിൻ്റെ ഉമ്മ ഇപ്പം വേറൊരുത്തൻ്റെ കൂടെയല്ലേ കിടക്കുന്നതെന്ന്. എൻ്റെ 9 വയസ്സുള്ള മോളോട് ചോദിച്ചൊരു ചോദ്യമാണ്. അതും അത്രയും വേണ്ടപ്പെട്ട ഒരാൾ, ഞാൻ ആളുടെ പേര് മെൻഷൻ ചെയ്യാത്തതും
വെറുതെ നമ്മളെ പല്ലിക്കുത്തി നാറ്റിക്കണ്ട എന്നുള്ള കാരണം കൊണ്ടാണ് പറയാത്തത്. പിന്നെ ഫൽക്കാനുള്ള ഒരു റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഓരോരുത്തരെ പറയുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം എന്നറിയാം. പക്ഷേ എൻ്റെ കമൻറ്റ് ബോക്സിലും നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയാണ്ടിരിക്കുന്ന സമയത്തും എന്നോട് വന്നിട്ട് നീ പറ എന്നുള്ള രീതിക്കുള്ള കമൻ്റ് ഇടുമ്പോൾ ഒരു നിമിഷത്തിൽ ഞാൻ മനുഷ്യനാണ്, ചിലപ്പോൾ എനിക്ക് പറയേണ്ടി വന്നേക്കാം. നിലവിൽ ഞാൻ ആരെക്കുറിച്ചും കുറ്റമൊന്നും പറയാൻ പോകുന്നില്ല. പിന്നെ കമൻ്റ് ഇട്ട് ചോദിക്കുന്നവരോടാണ്, ആകാംക്ഷയോടെ ചോദിക്കുന്ന ആൾക്കാരായിരിക്കും എല്ലാവരും, കുത്തി പറയുന്ന ആൾക്കാരായിരിക്കില്ല. അവരോട് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ നിലവിൽ ഫൽക്കാൻ്റെ ഫാമിലിയായിട്ട് എനിക്ക് കോണ്ടാക്റ്റ് ഇല്ല. മക്കൾ അതിൽ വന്ന കമന്റ് ആണല്ലേ ഇത്. ഫലന്റെ ഫാമിലി ആയിട്ട് നിങ്ങൾ ഫലന്റെ ഫാമിലി ആയിട്ട് ഒന്ന് കാണിക്കൂ, ഫലന്റെ ഫാമിലി ആയിട്ട് നിങ്ങൾ കോണ്ടാക്ട് ഒരുപാട് ഇല്ല. ആൾക്കാർ വെറുതെ ആ കുത്താൻ വേണ്ടി കുത്താൻ വേണ്ടി ചോദിക്കുന്നതെന്നറിയാം. ചോദിക്കുന്നത് അത് ആ ചോദ്യങ്ങളിൽ തന്നെ ഉണ്ട് ആ കുത്തല്. കാരണം അത് വെച്ചാൽ അല്ല, നമ്മളൊരു വെറുതെ ക്യൂരിയോസിറ്റിന്റെ ചോദിക്കുന്ന എല്ലാം അറിയാം ആ ഒരു മെസ്സേജ് കണ്ടു കഴിഞ്ഞാല്. നിലവിൽ നമ്മൾ അവരായിട്ട് കോണ്ടാക്റ്റ് ഇല്ല. കോണ്ടാക്ട് ഇല്ല. നമ്മൾ മക്കളെ അടുത്തടുത്താണ് താമസിക്കുന്നത്. പക്ഷേ ഈ ഒരു കല്യാണം നിക്കാഹ് പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്, വിഷമങ്ങളുണ്ട്. പിന്നെ ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങളുള്ളത് കൊണ്ട് അവർക്ക് വിഷമമുണ്ട്. ഈ ഒരു നിക്കാഹിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല എന്നത് ഒഴിച്ച് കഴിഞ്ഞാൽ ഞാൻ അവരോട് വേറെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ എൻ്റെ തെറ്റുകൊണ്ടാണ് അവരെന്നോട് ദേഷ്യം പിടിക്കുന്നത് എന്നുള്ളതൊന്നും ആരും ഈ വീഡിയോ കാണുന്നവരെ തെറ്റിദ്ധരിക്കേണ്ട. മക്കൾ അവര് ഞങ്ങള് അവിടത്തോട്ട് വിടാറുണ്ട്. വിടാറുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ, ഇപ്പം നോമ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, നോമ്പിന് നോമ്പ് തുറക്കാനായാലും ഞാൻ മക്കളെ വിട്ടിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാൻ മക്കളെ വിടാറുണ്ട്. പിന്നെ മക്കളെ സ്ഥിരമായിട്ട് വിടാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, ഇപ്പം ഈ ഒരു ചോദ്യം വന്നു എന്ന് പറഞ്ഞതൊക്കെ ആ ഒരു വീട്ടിൽ നിന്നായിരുന്നു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത്, മോളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം മക്കൾക്ക്, ചെറിയ മക്കളല്ലേ, അവരെ മനസ്സിൽ അങ്ങനെ ഒരു ഇതുണ്ടാവില്ലല്ലോ. അവരെ ഉമ്മാനെ പറയുമ്പോൾ അവർക്ക് എന്തായാലും ഇഷ്ടമാവില്ല. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒന്നും വേണ്ട. കുട്ടികളെ മനസ്സിൽ ഫൽക്കാക്കൊരു സ്ഥാനമുണ്ട്, അവരെ വാപ്പയാണ്. അപ്പം അതങ്ങനെ തന്നെ പോട്ടെ. ഞാനുമായിട്ടല്ലേ ബന്ധങ്ങൾ, പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ. പിന്നെ എന്തൊരു നമുക്ക് നമ്മളെ ലൈഫിലൊരു ഹാപ്പി മൊമെന്റ് വന്നു കഴിഞ്ഞാലും അവിടെ കുട്ടികളുടെ കാര്യത്തിലാണ് ഞങ്ങൾ അവിടെ അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അവസാനമായിട്ട് നമ്മളിപ്പം അസ്ബയുടെ ഹസ്ബാനെ നമ്മൾ നമ്മള് സ്കൂളിൽ സ്കൂളിൽ ചേർത്ത ചേർത്തുന്ന സമയത്ത് സമയത്ത് ഉപ്പാനോടും ഉമ്മാനോടും പറഞ്ഞിട്ടായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. കാരണം അതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്, കടമയാണ്. എന്തൊക്കെ വന്നു കഴിഞ്ഞാലും ഫൽക്കാൻ്റെ ഉമ്മയാണ്, ഉപ്പയാണ്, അവരോട് നമ്മൾ പറയണം. പിന്നെ ആരോ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഫലിന് ഉപ്പ ഉമ്മയില്ലേ, സഹോദരങ്ങളില്ലേ, നിനക്ക് ഫാമിലി ഇല്ലേ? എനിക്ക് ഫാമിലി ഉണ്ട്. എൻ്റെ ഫാമിലിക്കൊക്കെ എല്ലാ കാര്യവും അറിയാം, ഫൽക്കാൻ്റെ ഫാമിലിക്കും എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷേ അവർ എന്താ പറയുക, അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഞാൻ വേറൊരു തെറ്റും ചെയ്തിട്ടില്ല, നിക്കാഹ് പറഞ്ഞിട്ടില്ല എന്നൊഴികെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി കമൻ്റ് ഇടുന്നവരോടാണ്, ദയവേത് ചോദ്യങ്ങൾ ആവർത്തിക്കാണ്ടിരിക്കുക. നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ ലൈഫിൽ ഓരോ നിമിഷങ്ങളും നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. ആ ഷെയർ ചെയ്യുന്ന പോലും സ്വന്തം വീട്ടിനുള്ളിലെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് ലജ്ജിക്കേണ്ട കാര്യമാണ് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചളി വാരി എറിഞ്ഞിട്ടൊന്നും അല്ല പറയുന്നത്. പിന്നെ ഈ ഒരു ഇത്രയെങ്കിലും ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, എൻ്റെ കമൻറ്റ് ബോക്സിൽ വരുന്ന ഓരോ ഐഡിയും ഞാൻ പറയുന്ന പോലെ ഞാൻ ഓരോ കാര്യങ്ങളും നല്ലപോലെ നിരീക്ഷിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പം ഐഡികളൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും കമൻറ്റ് ഏത് സൈഡിൽ നിന്നാണ് വരുന്നതെന്നൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് എന്നെക്കൊണ്ട് നീ ഇത് പറയണം എന്നുള്ള രീതിക്ക് പറയിപ്പിക്കുന്ന രീതിക്കാണ് കമൻറ്റുകൾ വരുന്നത്. അപ്പം പല പല ഐഡിയകളിലായിട്ട് പല കമൻറ്റുകൾ പല വരുന്നത്. പിന്നെ കമന്റുകൾ വരുന്നത്. ജസീലാൻ്റെ ഫാമിലീൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. അവരുടെ ചെറിയ മകളാണ്. പിന്നെ അവർക്ക് നിലവിൽ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ഇൻഷാ അല്ലാഹ് ഇപ്പോൾ ഫൽഖാൻ്റെ ഫാമിലി ആയാലും ജസീലാൻ്റെ ഫാമിലി ആയാലും എല്ലാം മനസ്സിലാക്കി മുമ്പോട്ടേക്ക് പോകുമായിരിക്കും. എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. വെറുപ്പൊന്നുമില്ല. ഉണ്ടെങ്കിൽ ഞാൻ വെറുപ്പൊന്നും എപ്പോഴേ എൻ്റെ ലൈഫ് സ്റ്റോറി പറയുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും പറയാമായിരുന്നു. ഞാനങ്ങനെ ഒന്നും ആരെയും കുറ്റമായിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ എന്തൊക്കെയാണ് നമ്മളെ ഇടയിൽ സംഭവിച്ചിട്ടുണ്ടാവുക, അവർക്ക് എന്തൊക്കെ പറയാനുണ്ടാവും എന്നുള്ളതൊക്കെ എന്നെ സ്നേഹിക്കുന്നവർക്കും അതുപോലെ എൻ്റെ ചുറ്റുവട്ടങ്ങളിൽ ജീവിച്ചവർക്കും നന്നായിട്ടറിയാം. അവൾക്ക് എന്തൊക്കെ പറയാനുണ്ടായിരുന്നു, അവൾ എന്തൊക്കെ ഹൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ അവർക്കറിയാം. പിന്നെ നിക്കാഹിൻ്റെ കാര്യത്തിൽ നമ്മൾ സത്യമായി പറഞ്ഞത്, ഇനി അതിൻ്റെ പേരിൽ ക്രൂശിക്കപ്പെടാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചിട്ടില്ല. പ്രേമിച്ച് കല്യാണം കഴിച്ചെന്ന് വേണമെങ്കിൽ പറയാൻ കാരണം വെച്ചാൽ നിക്കാഹ് എല്ലാവരോടും പറയാണ്ട് ചെയ്തതുകൊണ്ട് വേണമെങ്കിൽ പ്രേമിച്ചെന്ന് പറയാം. പക്ഷെ പ്രേമമായിരുന്നില്ല നമ്മളെ ഉദ്ദേശം. ഡയറക്റ്റ് നമുക്കൊരു കൂട്ടുവേണമെന്ന് തോന്നി നിക്കാഹ് ചെയ്തു. 1 വർഷം കഴിഞ്ഞിട്ടെന്നുള്ള ആ ഒരു സംഭവം ഒന്ന് പാളിപ്പോയി, അത്രമാത്രം. പിന്നെ പറയാനുള്ളത്, ഒരുപാട് ആൾക്കാർക്ക് വിഷമമായിട്ടുണ്ടോ പറയാത്തതിന്റെ പേരിലും അവരോടൊക്കെ നമ്മൾ ക്ഷമ ചോദിക്കുകയാണ്. എല്ലാവർക്കും ക്ഷമ ചോദിക്കുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല, നല്ലൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്. അപ്പൊ ചെയ്തത്. എൻ്റെ സർക്കിളിൽപ്പെട്ട എൻ്റെ കുടുംബത്തിൽ നിന്നായിരുന്നാലും ഫ്രണ്ട് സർക്കിളിലെ ആൾക്കാരായിരുന്നാൽ പോലും ഒരുപാട് ആൾക്കാർക്ക് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
അത് വാക്കുകളിലൂടെയും ഇൻഡയറക്റ്റ് ആയിട്ടും ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പം എല്ലാവരോടും മനസ്സ് തൊട്ടിട്ട് ഞാൻ സോറി പറയാണ്. സോറി പറയാ, ക്ഷമ ചോദിക്കുന്നുണ്ട്. പിന്നെ എല്ലാം നല്ല ഉദ്ദേശത്തോട് കൂടിയിട്ടായിരുന്നു. പിന്നെ നമ്മൾ ആരെയും വേദനിപ്പിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ വേദനിപ്പിച്ചിട്ടില്ല. ആകെ ചെയ്തൊരു കാര്യം, നമ്മൾ വേദനിപ്പിക്കുന്ന നിക്കാഹ് ചെയ്തു, അതെ. അത് എല്ലാവരും അറിയിച്ചില്ല. നിക്കാഹ് ചെയ്ത് തരേണ്ട ഇക്കാക്കാൻ അറിയിച്ചു. പിന്നെ ഞാനും ഉമ്മയൊക്കെ ഒരു വീട്ടിൽ താമസമായതുകൊണ്ട് ഉമ്മാനോട് പറഞ്ഞു ഞാനൊരു പെൺകുട്ടിയാണ്, കാരണം എനിക്ക് വീട്ടിൽ ഒരു വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ എനിക്ക് ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ പറയണം. അപ്പം സ്വാഭാവികമായിട്ടും വീട്ടുകാരോട് പറയണം. പിന്നെ ഞാനൊരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഉമ്മാനോടൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ എടുത്തത്. പിന്നെ എൻ്റെ ഫ്രണ്ട്സിനോട്, എൻ്റെ ചുറ്റുള്ള വളരെ ക്ലോസ് ആയിട്ടുള്ള 2-3 ആൾക്കാരുടെ അടുത്ത് മാത്രമേ ഇത് പറഞ്ഞു. അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതല്ലാതെ നമ്മൾ ആരെയും വേദനിപ്പിച്ചിട്ടില്ല, വേദനിപ്പിക്കാൻ വിചാരിച്ചിട്ടുമില്ല. ഇനി അങ്ങനെ അറിയാതെ വേദനിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, പറഞ്ഞു വെച്ചൊരു കാര്യം, റമീസ് ഖാൻ്റെ ഉമ്മാനോട് അതിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാം. റെസ്പെക്റ്റ് തോന്നിയെന്ന് പറഞ്ഞൊരു കാര്യം. എനിക്ക് 2 മക്കളാന്ന് പറഞ്ഞല്ലോ. അപ്പം എന്നോടല്ല അവരോട്. അപ്പം ഈ 2 മക്കളായപ്പം ആവുമ്പോൾ ചില ആളുകൾ പ്രസവം നിർത്തുമല്ലോ. അപ്പം എല്ലാവർക്കും എന്തായാലും ഇപ്പം റമീസ് ഖാൻ ഫാമിലിക്കൊക്കെ റമീസ് ഖാക്ക് ഒരു കുട്ടി ഉണ്ടായിട്ട് കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അതുപോലെ സ്വാഭാവികമായിട്ടും റമീസ് ഖാൻ്റെ ഉമ്മാക്കൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും എന്നോട് നിക്കാഹ് കഴിഞ്ഞിട്ട് നമ്മൾ ആ വീട്ടിൽ പോകാൻ തുടങ്ങിയിട്ട് ഇതുവരെ എന്നോട് ചോദിച്ചിട്ടില്ല ആ ഒരു കാര്യം. ഇപ്പം എൻ്റെ ഇക്കാക്ക് ഒരു കല്യാണാലോചന വരുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ചോദിക്കുക എന്താ പറയുക, പ്രസവം നിർത്തിയതാ, കുട്ടി ഉണ്ടാവും, കുട്ടികളുള്ള ആളാന്ന് പറയുമ്പോൾ നമ്മളതാ ചോദിക്കല്, നമ്മൾ പോലും അതാ ചോദിക്കല്. ഉമ്മ അത് ചോദിച്ചിട്ടില്ല എന്നുള്ളത് ഭയങ്കര അത്ഭുതം. അത് മാത്രമല്ലാതെ ഞാനും ഉമ്മയും എന്തോ ഒരു ടോപ്പിക്ക് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ആലിൻ്റെയും ഹസ്ബൻഡിൻ്റെയും പ്രഗ്നൻസിൻ്റെ കാര്യങ്ങൾ പറയുന്നതിൻ്റെ ഇടയിലാണ് ഉമ്മ ചോദിച്ചത്, എന്നിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നോ? ആ ഒരു കൂളായിട്ടുള്ള ഒരു നോർമൽ ചോദ്യത്തിനകത്ത് നമ്മുടെ ഇല്ല, നിർത്തിയിട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞെങ്കിലും പിന്നെ എൻ്റെ മനസ്സിൽ അത് തന്നെയായിരുന്നു, ഇത് എന്തൊരു ഉമ്മയാണ്, ഇങ്ങനെ ഉമ്മ ഉണ്ടാവുമോ എന്നുള്ളത്. കാരണം വെച്ചാൽ ഒരു സന്തോഷം കേട്ടോ. ഈ അങ്ങനെ ഉമ്മമാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ആമ്പിള്ളേർ ഉമ്മമാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ എന്നുള്ളത്, ആ ഒരു ഗുണമാണ് ഇപ്പം എന്നെ ആരോ കമൻറ്റിൽ കണ്ട പോലെ അവർ വളർത്തിയതിൻ്റെ ഗുണമാണ് റമീസ് ഖാനിൽ നിങ്ങൾ കാണുന്നതും. എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യാനും അങ്ങനെയൊക്കെ എനിക്ക് ഫൽഖാൻ്റെ അടുത്ത് നിന്ന് കിട്ടി നഷ്ടപ്പെട്ടു പോയ ഒരു സാധനം അതേ ഒരു തീവ്രതയോടെ തിരിച്ചു തരാൻ റമീസ് ഖാനെ ആ ഒരു രീതിക്കേക്ക് വളർത്തിയതും ആ ഉപ്പയുമ്മയാണ്. അപ്പം ഉമ്മാനോട് എനിക്ക് തീർത്താ തീരാത്ത ഒരു റെസ്പെക്റ്റ്, ഒരു സ്നേഹമൊക്കെ ഉണ്ട്. എൻ്റെ മരണം വരെ ഇൻഷാ അല്ലാഹ് അതുണ്ടാവും. അപ്പം നമ്മളെ സ്റ്റോറി ഇതാണ്. ലവ് ഉണ്ടോ ഇതൊന്നും അറിയില്ല. പിന്നെ അതിനുശേഷം ഞാൻ തിരിച്ചു പോയിട്ട് വീണ്ടും വന്നു. തിരിച്ചു പോയിട്ട് വീണ്ടും വന്നതാട്ടോ. അതിനുശേഷമാണ് നമ്മൾ ഇത് എല്ലാവരോടും പറയുന്നതും നമ്മൾ ഒന്നിച്ച് താമസിക്കാൻ തുടങ്ങുന്നതൊക്കെ. അതിനുശേഷമാണ് ഖത്തറിന് വീണ്ടും വന്നു. ഇപ്പം നിലവിൽ റമീസ് ഖാൻ നാട്ടിൽ തന്നെയാണ്, നമ്മളെ കൂടെ തന്നെ നമ്മൾ ഒന്നിച്ചാണ്. അപ്പം ഹസ്ബ വീണ്ടും വന്നിട്ട് നമ്മളെ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് നേരമായി നമ്മളിത് സംസാരിക്കാനും തുടങ്ങിയിട്ട്. വീഡിയോ ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. അപ്പം പുതിയൊരു വീഡിയോയുമായി ഉടനെ വരാം. അതുവരേക്കും ബൈ.